നന്ദി. നമുക്കെല്ലാം അറിയാവുന്നതുപോലെ ഇന്ന് ദേശീയ യുവജന ദിനമാണ്. യുവജനതയുടെ പ്രചോദനമായ ആവുന്ന ഇപ്പോഴും തുടരുന്ന സ്വാമി വിവേകാനന്ദന്റെ ജന്മദിനമാണ് ദേശീയ യുവജന ദിനം. 1985 മുതൽ ഇത് ആചരിക്കുന്നുണ്ട്. ഇന്നത്തെ ഈ പരിപാടിയിൽ ഔപചാരികമായി സ്വാഗതം ആശംസിക്കുന്നതിനായി IFPHന്റെ സെക്രട്ടറിയായ ശ്രീ കിരൺ ചന്ദനെ ക്ഷണിക്കുന്നു. ഹലോ, നമസ്കാരം. ഞാൻ അഖില വിളിക്കുകയാണ്. സോറി, എല്ലാവരും എത്തിയിട്ടുണ്ടെന്ന് തോന്നുന്നു. സ്വാമിജി എത്തിയോ? ഉണ്ട്. അദ്ദേഹം ജോയിൻ ചെയ്യും. യാത്രയിലാണ്, കാറിലാണ്. ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത സ്വാമി വിവേകാനന്ദനാണ്. ഭാരതത്തിന്റെ ശ്രീമന്തപുത്രൻ. സനാതനധർമ്മം ശരിയായ രീതിയിൽ ലോകത്തേക്ക് എത്തിച്ച മഹത് വ്യക്തിയുള്ള ഒരാൾ. അദ്ദേഹത്തിന്റെ ദിവസം ദേശീയ യുവജന ദിനമായി ആചരിക്കുന്നത് തന്നെ നമ്മുടെ രാഷ്ട്രത്തിന് അഭിമാനം കൊള്ളാവുന്ന ഒരു വസ്തുതയാണ്. ആ ദിനത്തിൽ ഇന്ന് നമ്മളോടൊപ്പം സമയം ചെലവഴിക്കാൻ വന്നിരിക്കുന്നത് ശ്രീരാമകൃഷ്ണ ആശ്രമത്തിലെ സെക്രട്ടറി, കോഴിക്കോട് ആശ്രമത്തിലെ സെക്രട്ടറിയായ സ്വാമിജി നരസിംഹാനന്ദ് ആണ്. ഞാൻ അദ്ദേഹത്തെ പഠിച്ചിടത്തോളം അദ്ദേഹം 2020 മുതൽ 4 വർഷത്തോളം കോഴിക്കോട് ആശ്രമത്തിന്റെ സെക്രട്ടറി ആയി തുടരുന്നു. മുഴുവൻ സമയ സെക്രട്ടറിയാണ് അദ്ദേഹം. എഴുത്തുകളിലൂടെയും മോട്ടിവേഷൻ ക്ലാസ്സുകളിലൂടെയും എല്ലാം വിവേകാനന്ദ സ്വാമിയുടെ പ്രബോധനങ്ങൾ എല്ലാം ലോകത്തിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങൾ വ്യാപൃതനാണ്. രണ്ടാമതായി ഈ ചടങ്ങിൽ നമ്മൾ മുഖ്യ അതിഥിയായി ക്ഷണിച്ചിരിക്കുന്നത് പുതുപ്പള്ളിയുടെ MLA ആയ ശ്രീ ചാണ്ടി ഉമ്മനെയാണ്. അദ്ദേഹത്തെ നമ്മൾ നമ്മുടെ വേദിയിൽ സ്ഥിരം പങ്കെടുക്കുന്ന വ്യക്തിയാണ്. ഹോമിയോപ്പതിയുടെ ഏറ്റവും ഒരു വെൽവിഷറാണ്. ഞാൻ ഒരു കാര്യം എടുത്ത് പറയാതിരിക്കാൻ വയ്യ. അദ്ദേഹം MLA ആവുന്നതിന് മുമ്പും ആയതിനു ശേഷവും പൊതുപ്രവർത്തനത്തിന് ഒരു പുതിയ കാഴ്ചപ്പാട് കൊണ്ടുവന്ന വ്യക്തിയാണ്. നമുക്കെല്ലാം ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. കോവിഡിന്റെ സമയത്ത് കുട്ടികൾക്കെല്ലാം ഈ പഠനം നിന്നുപോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതായത് സ്കൂളിൽ പോകാൻ പറ്റില്ല, വീട്ടിൽ ഇരുന്ന് പഠിക്കണം. എന്നാൽ TV ഇല്ല, ലാപ്ടോപ്പ് ഇല്ല, മൊബൈൽ ഇല്ല. അങ്ങനെയുള്ള അവസ്ഥകളിൽ അദ്ദേഹം അത്തരം കുട്ടികളെ കണ്ടെത്തുകയും അവരിലേക്ക് എത്തുകയും മൊബൈൽ എത്തിക്കുകയും അവരുടെ വിദ്യാഭ്യാസത്തിന് യാതൊരു തടസ്സവും ഉണ്ടാവരുത് എന്നുള്ള ഒരു ദൃഢനിശ്ചയം എടുത്തുകൊണ്ട് കേരളത്തിൽ ഉടനീളം ആ പദ്ധതി നടപ്പിലാക്കി. അതിന്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ കുട്ടികൾക്ക് അവരുടെ വിദ്യാഭ്യാസത്തിൽ ഒരു മുടക്കം വരാതെയിരുന്നു. അവരുടെ പഠിത്തത്തിൽ പുറകോട്ട് പോയില്ല. അതിനൊരു തടസ്സം നേരിട്ടതായിട്ട് അവർക്ക് തോന്നില്ല എന്നുള്ളത്. രണ്ടാമത്, അദ്ദേഹം തൻ്റെ മണ്ഡലത്തിൽ ജനങ്ങളുടെ ക്ഷേമം, അത് ഒരു പ്രത്യേക കായികമായിട്ട് തൻ്റെ മണ്ഡലത്തിലുള്ള ജനങ്ങൾ ആരോഗ്യവാന്മാരായിരിക്കണം എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെ മാക്സിമം ആരോഗ്യപരമായിട്ട് ക്ലബ്ബുകൾ ഉണ്ടാക്കുക, സ്പോർട്സ് സെന്റേഴ്സ് ഫോം ചെയ്യുക, ഹെൽത്ത് ക്യാമ്പുകൾ സംഘടിപ്പിക്കുക, എല്ലാ സമസ്ത ചികിത്സാ വിഭാഗങ്ങളെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് അതെല്ലാം അദ്ദേഹം ചെയ്തു വരുന്നു. ഇനി അദ്ദേഹത്തെ ഈ വേദിയിലേക്ക് ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. ഇനി സ്വാഗതം ചെയ്യാനുള്ളത് നമ്മുടെ അഡ്വക്കേറ്റ് JS അഖിലാണ്. KPCC അംഗമാണ് അദ്ദേഹം. അദ്ദേഹത്തെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം ഈ പൊതുജനാരോഗ്യ അഡ്വക്കേറ്റ് ആണ്. ഒന്നാമത്തെ കാര്യം അത്. പൊതുജനാരോഗ്യ രംഗത്ത് ഉണ്ടാവുന്ന മാറ്റങ്ങളെ ശക്തമായി നിരീക്ഷിക്കുന്നുണ്ട്. നേരായ രീതിയിൽ നിരീക്ഷിച്ച് അതിന് ഒരു കൃത്യമായ ഒരു ദിശാബോധം വരും കാലങ്ങളിൽ ഉണ്ടാവണം എന്ന് വളരെയധികം ആഴത്തിൽ പഠിക്കാൻ ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണ്. നമ്മുടെ ഈ വേദിയിൽ അദ്ദേഹം വന്നിട്ടുണ്ട് മുൻപും. അദ്ദേഹത്തെയും ഇന്നത്തെ ഈ പ്രത്യേക ദിനത്തിൽ, വിവേകാനന്ദ സ്വാമിയെ സ്മരിക്കുന്ന ദിനത്തിൽ നമ്മൾ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി നമ്മുടെ പരീത് ബാവ ഖാൻ സാറാണ്. സർക്കാർ തലത്തിൽ വളരെയധികം സുദീർഘമായ സേവനം അർപ്പിച്ചതിന് ശേഷം ഇന്ന് നമുക്ക് അഭിമാനപൂർവ്വം നമ്മുടെ സ്റ്റിയറിംഗ് കമ്മിറ്റി അംഗമായി നിന്നുകൊണ്ട് IFPHന് പ്രവർത്തനങ്ങൾക്ക് ഒരു മാർഗരേഖ നൽകുവാനും അതിലേക്ക് ദിശാബോധം നൽകുന്നതിനുള്ള പ്രവർത്തനങ്ങളിൽ വളരെയധികം വ്യാപൃതനായിരിക്കുന്ന പരീത് ബാവ ഖാൻ സാറിനെ ഹാർദവുമായി സന്തോഷത്തോടെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. മാത്രമല്ല, സ്ഥിരമായി നമ്മുടെ വേദികളിൽ പങ്കെടുക്കുന്ന ഹോമിയോപ്പതി ഡോക്ടർമാർ, വെൽവിഷേഴ്സ്, നമ്മുടെ മോഡറേറ്റർമാരായ ധനേഷ് സാർ, മനോജ് സാർ, മറിയാമ്മ മാഡം, ഇവരെല്ലാവരെയും, ശൈല മാഡം, ഇവരെല്ലാവരെയും ഹൃദയപൂർവ്വം ഈ വേദിയിലേക്ക്, ഇന്നത്തെ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യുന്നു.
കേരളത്തിനകത്തും പുറത്തും വിദേശത്തും ഇരുന്ന് ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന നമ്മുടെ എല്ലാവരെയും, ഹോമിയോപ്പതിയുടെ എല്ലാ നല്ല ആൾക്കാരെയും ഞാൻ സ്വാഗതം ചെയ്യും. നന്ദി. മനോജ് സർ. കിരൺ ചന്ദ് വളരെ കാര്യമായിട്ട് തന്നെ ഒരു സെക്രട്ടറി എന്ന നിലയ്ക്ക് അദ്ദേഹത്തിന്റെ റോള് വളരെ ഭംഗിയായി നിർവഹിച്ചു എന്ന് തന്നെയാണ് കരുതുന്നത്. അപ്പോൾ ഇനി ഉദ്ഘാടന പ്രസംഗമാണ്. ആദരണീയനായ സ്വാമി നരസിംഹാനന്ദ ക്ഷണിക്കുകയാണ്. നമുക്കറിയാം, രാമകൃഷ്ണ മിഷൻ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ എത്രയോ വർഷങ്ങളായി തുടരുന്നു. അതിപ്പോഴും തുടരുന്നുണ്ട്. സ്വാമിജി കേൾക്കാമോ? അൺമ്യൂട്ട് ചെയ്യാമോ? ഈ പരിപാടിക്ക് ഔപചാരികമായ ആശംസകൾ നേരാനായിട്ട് അഡ്വക്കേറ്റ് JS അഖിലിനെ, ഭാവിയുടെ വാഗ്ദാനം കൂടിയായ KPCC മെമ്പർ, അദ്ദേഹത്തെ ആദരവ് ക്ഷണിക്കുന്നു. MLA ഇല്ലല്ലേ? എത്തിയിട്ടില്ല. ഞാൻ വിളിച്ചു, എടുക്കുന്നില്ല. ഒന്ന് ട്രൈ ചെയ്യാമോ? ഞാൻ കണക്ട് ചെയ്തിട്ട് ഒന്ന് വിളിക്കാം. അതായിരിക്കും നല്ല. പുള്ളി ഒന്ന് കണക്ട് ചെയ്തിട്ട് വിളിക്കാം. ഓക്കെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ പരീത് സാറിലേക്ക്. പരീത് സാറേ, പരിപാടിയുടെ സാറ് തന്നെ ആശംസകൾ തുടങ്ങണം. പറയുന്നു മുമ്പോട്ടാക്കാം അല്ലേ? അതെ സാർ, കേൾക്കാമല്ലോ. സമയമാകുമ്പോൾ പിറകോട്ട് ഇരിക്കുന്നുണ്ടല്ലോ സാർ, കുഴപ്പമില്ല. ഞാൻ ഓർത്തത് എനിക്ക് മുമ്പ് ഉള്ള 2-3 പേര് ഈ കാര്യങ്ങൾ കംപ്ലീറ്റ് വിശദീകരിച്ചതിന് ശേഷം ഇനി കാര്യമായിട്ടൊന്നും പറയേണ്ടി വരത്തില്ല എന്നുള്ള ഒരു സന്തോഷത്തിലായിരുന്നു ഞാൻ ഇരിക്കുന്നത്. അപ്പോൾ ഇത് തലതിരിഞ്ഞത് കൊണ്ട് എന്തെങ്കിലുമൊക്കെ പറയേണ്ടി വരുമല്ലോ എന്ന് തോന്നുന്നു. അപ്പോൾ ഞാനിന്ന് പകലൊക്കെ കുറച്ച് എൻഗേജ്ഡ് ആയിരുന്നു. അതായത് നമ്മുടെ ഇന്നത്തെ ഈ യുവജന ദിനം എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ള ഒരു ദിനം തന്നെയാണ്. അത് എത്ര പേര് മനസ്സിലാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ എനിക്ക് സംശയമുണ്ട്. ഈ വിവേകാനന്ദൻ്റെ ജന്മദിനം അദ്ദേഹത്തിനെ ബഹുമാനിക്കേണ്ട യുവജനങ്ങൾ മാത്രമല്ല, ഇന്നത്തെ എല്ലാ ജനറേഷനും അതിനു വേണ്ട ഒരുക്കങ്ങൾ ചെയ്യേണ്ടതാണ്. ഇന്നത്തെ അദ്ദേഹം നൽകിയ പാഠങ്ങൾ, ഫിലോസഫി, അദ്ദേഹത്തിൻ്റെ വചനങ്ങൾ എപ്പോഴും യുവജനങ്ങൾക്ക് മാത്രമല്ല എല്ലാ ജനറേഷനിലുള്ള ആൾക്കാർക്കും മുന്നോട്ട് കൊണ്ടുപോകാൻ, ജീവിതം മുന്നോട്ട് സക്സസ്ഫുള്ളായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്ന രീതിയിലുള്ള വളരെ പ്രാക്ടിക്കലായിട്ടുള്ള ഒരു പ്രോആക്റ്റീവായിട്ടുള്ള കൊട്ടേഷൻസാണ് അദ്ദേഹത്തിൻ്റെ ഉള്ളത്. എൻ്റെ ശ്രദ്ധയിൽപ്പെട്ട ഒരു കൊട്ടേഷൻ ഇതാണ്: എറൈസ്, എവൈക്ക് ആൻഡ് സ്റ്റോപ്പ് നോട്ട് ടിൽ ദ ഗോൾ ഈസ് റീച്ച്ഡ്. നമ്മുടെ APJ അബ്ദുൽ കലാം പറഞ്ഞ ഒരു കാര്യങ്ങളുമായിട്ട് സാദൃശ്യമുള്ള സംഗതിയാണിത്. അപ്പം ഒരു കാരണവശാലും നമ്മൾ നിരാശയിൽപ്പെടേണ്ട കാര്യമില്ലെന്നും നമ്മുടെ പ്രയത്നങ്ങൾ ആയിട്ട് മുമ്പോട്ട് പോവുക എന്നുള്ളത് വളരെ അതാണ് പറഞ്ഞിരിക്കുന്ന ഒരു ഫിലോസഫിയാണ്. അത് ഏത് കാലത്തും പ്രസക്തമാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും, വിവേകാനന്ദൻ പറഞ്ഞിരിക്കുന്ന, അദ്ദേഹം സ്വാമി പറഞ്ഞിരിക്കുന്ന എല്ലാ കാര്യങ്ങളും തന്നെ അന്നത്തെ പോലെ ഇന്നും ഭാവിയിലും പ്രസക്തമായിട്ടുള്ള കാര്യമാണ്. അതാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് നമ്മൾ ഓർമ്മിക്കേണ്ടത്. ഇന്ന് ചിലപ്പോഴുണ്ടായിരുന്നെങ്കിൽ ഹോമിയോപ്പതിയെക്കുറിച്ചും അദ്ദേഹം വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. എന്നാൽ പോലും വളരെ പ്രോഗ്രസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് അദ്ദേഹം പറഞ്ഞു വച്ചിരിക്കുന്നതെല്ലാം. ഇത് ഈ വിദ്യാഭ്യാസം സംബന്ധിച്ചിടത്തോളം നമ്മളെപ്പോഴും വിദ്യാഭ്യാസം ഒരു അക്കാഡമിക് എക്സസൈസ് എന്നുള്ള രീതിയിൽ മാത്രം കാണുന്ന ആൾക്കാർ ധാരാളമുണ്ട്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് വിദ്യാഭ്യാസത്തിൻ്റെ ലക്ഷ്യങ്ങളും, എന്തിനാണ് വിദ്യാഭ്യാസമെന്നും ജീവിതവുമായിട്ട് എങ്ങനെയാണ് അതിൻ്റെ ബന്ധമെന്നും ഏത് രീതിയിലാണ് വിദ്യാഭ്യാസത്തിന് നമ്മൾ കൊണ്ടുപോകേണ്ടതെന്നും പ്രായോഗികമായ ജീവിതത്തിൽ അതിൻ്റെ പങ്കെന്താണെന്നും വളരെ വ്യക്തമായ രീതിയിൽ അദ്ദേഹം പറയുക മാത്രമല്ല ജീവിച്ച് കാണിക്കുകയും ചെയ്തു. അദ്ദേഹം ലോകത്തെല്ലാം അറിയപ്പെടുന്ന ഒരു ഫിലോസഫറും ഒരു ലീഡറും കൂടെ ആയിരുന്നു ശരിക്കും. അദ്ദേഹത്തിൻ്റെ ജീവിത ദർശനങ്ങളെ കണ്ടാൽ നമുക്ക് ഇന്ന് ജീവിച്ചിരിക്കുന്ന വളരെ മാതൃകാപരമായി ജീവിച്ചിരിക്കുന്ന നേതാക്കന്മാരെ ഓർമ്മ വരും. ഉമ്മൻചാണ്ടി സാറിനെ പോലെയോ അങ്ങനെയുള്ള ആൾക്കാരെ പോലും നമുക്ക് ഓർമ്മ വരും അദ്ദേഹത്തിൻ്റെ ജീവിതശൈലികളും. പക്ഷേ വളരെ കർക്കശമായ കാര്യങ്ങളിൽ അദ്ദേഹം പിടിച്ചു നിൽക്കുമായിരുന്നു. അത് നല്ല കാര്യമാണ്. ജീവിതത്തിൽ ഇന്ന കാര്യങ്ങൾ ഒരു നിലപാടെടുത്തു കഴിഞ്ഞാൽ ആ നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തനങ്ങൾ മുമ്പോട്ട് പോകും. അതാണ് അദ്ദേഹത്തിൻ്റെ ഒരു ജീവിത ശൈലി എന്നുള്ളത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതം ഒന്ന് ഓടിച്ചു നോക്കിയാൽ നമുക്ക് ജീവിതത്തിൻ്റെ എല്ലാ വശങ്ങളെക്കുറിച്ചുള്ള ഒരു
വെളിച്ചം അദ്ദേഹത്തിന് വരാൻ സാധിച്ചിട്ടുണ്ട് എന്നുള്ളത് ഏവർക്കും സ്മരിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഹോമിയോപ്പതിയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ഈ ദിനം കൊണ്ടാടുക എന്നുള്ളത് നമുക്കൊരു അഭിമാനം തന്നെയാണ്, യാതൊരു സംശയമില്ല. അതിൽ മുൻകൈ എടുത്ത മനോജിനെ ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയാണ്. അദ്ദേഹം എന്നോട് ഇങ്ങനെ കൺസൾട്ട് ചെയ്യുമായിരുന്നു, ഇങ്ങനെ ഒരു പുതിയ, അതായത് നമ്മുടെ സബ്ജക്റ്റിൽ നിന്ന് മാറിയിട്ടുള്ള സെഷൻസിലേക്ക് വേണ്ടിയിട്ട്. അത് വളരെ അദ്ദേഹം എല്ലാം കണ്ടുപിടിച്ചിട്ടാണ് ചോദിക്കുന്നത്, ഇന്ന ദിവസങ്ങൾ ഇന്നതാണ്. അതുപോലെ വളരെ പ്രസക്തമായ ഈ സെഷൻ നമുക്ക് കിട്ടിയിരിക്കുന്ന ആൾക്കാരും ചാണ്ടിയുമ്മനെ പോലെയും നരസിംഹ തിരുമേനിയെ പോലെയും ഉള്ള ആൾക്കാരെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. അഡ്വക്കേറ്റ് അഖിലൊക്കെ എത്തിയൊന്നും അറിയില്ല. രാമകൃഷ്ണ മിഷൻ എന്ന് പറയുന്നത് എല്ലാവർക്കും ഒരു മാതൃകപരമായ ഒരു പ്രവർത്തനം കാഴ്ചവെക്കുന്ന ഒരു മിഷനാണ്. അതിലെ സെക്രട്ടറിയാണ് സ്വാമി നരസിംഹൻ അദ്ദേഹം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വചനങ്ങളും അദ്ദേഹത്തിൻ്റെ പ്രഭാഷണവും ഇന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹം എത്തിയിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഞാൻ കൂടുതലായിട്ട് എന്തെങ്കിലും പറയണമെങ്കിൽ ഒരു പില്ലറായിട്ട് മുമ്പോട്ട് പോകാൻ വേണ്ടി വരുമെന്നുള്ളതാണ് എനിക്ക് തോന്നുന്നത്. എന്താണെങ്കിലും ഏത് വശത്തിനെ കുറിച്ച്, ഏത് കാര്യങ്ങളെക്കുറിച്ചും നമുക്ക് വേണമെങ്കിൽ ഈ വിവേകാനന്ദനെ ബേസ് ചെയ്തുകൊണ്ട് ജീവിതത്തിൻ്റെ ഏത് പ്രശ്നങ്ങളെയും കൈകാര്യം ചെയ്യാൻ നമുക്ക് സാധിക്കും എന്നുള്ളത് വളരെ വ്യക്തമാണ്. ഒരു പ്രോജക്റ്റുമായിട്ട് മുമ്പോട്ട് പോയാൽ പോലും അദ്ദേഹത്തിൻ്റെ ആ ദർശനങ്ങൾ നോക്കിയാൽ ഏത് രീതിയിലാണ് നമ്മളൊരു ടാർഗറ്റ് അല്ലെങ്കിൽ ഗോൾ നിശ്ചയിക്കേണ്ടത്, ആ ഗോൾ ഏത് രീതിയിലാണ് നേടേണ്ടത്, ആ നേടേണ്ട മാർഗങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ ഒരു പ്രൊഫഷണൽ അപ്രോച്ച് എന്താണ്, അതുപോലെ തന്നെ അതിൻ്റെ ഫിലോസഫിക്കൽ ആസ്പെക്ട്സ് എന്താണ്, പിന്നെ ജനങ്ങളുമായിട്ടുള്ള, അതായത് മറ്റ് സഹജീവികളുമായിട്ടുള്ള ബന്ധം ഏത് രീതിയിലുണ്ടായിരിക്കും, സൊസൈറ്റി എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണം. ഒരു ലീഡറാണെങ്കിൽ, ഒരു സാധാരണ ജനമാണെങ്കിലും, അതൊരു സാധാരണ മനുഷ്യരാണെങ്കിലും ഏത് രീതിയിലാണ് ഒരു സമൂഹത്തിൽ പ്രവർത്തിക്കേണ്ടത്, ഏത് രീതിയിലാണ് സംസാരിക്കേണ്ടതെന്ന് പോലും അദ്ദേഹം ഒരു സൂചന പലപ്പോഴും തന്നിട്ടുണ്ട്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, ഇന്ന് ഇതിനൊരു അവസരം ലഭിച്ചത് ഞാനൊരു ഭാഗ്യമായിട്ട് കാണുകയാണ്. കൂടുതലായിട്ടൊന്നും ഞാൻ പറയുന്നില്ല. നമ്മുടെ പ്രധാന പ്രഭാഷകരെ കേട്ടതിന് ശേഷം ചർച്ചയിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞാൻ പിന്നീട് കയറാമെന്നാണ് വിചാരിക്കുന്നത്. താങ്ക് യു വെരി മച്ച്. എല്ലാവരെയും പ്രത്യേകമായിട്ട് ആശംസിക്കുകയാണ്. താങ്ക് യു. നന്ദി. സാറ് പറഞ്ഞ പോലെ സുരസ്യധാര നിശിത ദുരത്യ ദുർഗം പദസ്ഥ കവയോ വദന്തി ഉത്തിഷ്ഠത ജാഗ്രത പ്രാപ്യവരാൻ നിബോധ. അതായത് മൂർച്ചയേറിയ വാൾത്തലയിലൂടെ നടന്നു പോകും പോലെയാണ് സത്യത്തിലേക്കുള്ള വഴി. അപ്പൊ അതുകൊണ്ട് തന്നെ ഉണരുക, എഴുന്നേൽക്കുക, ലക്ഷ്യം വരെ മുന്നേറുക എന്ന് ലോക ജനതയെ ആഹ്വാനം ചെയ്ത സ്വാമി വിവേകാനന്ദ ജന്മദിനമാണ്. ചാണ്ടിയുമ്മൻ സാർ ജോയിൻ ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നത്. അദ്ദേഹം ജോയിൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ. ശ്രീ ചാണ്ടിയുമ്മൻ സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുകയാണ്. അതായത് താതകാര്യം അനാത്മത്വനാകിലും മോദേനെ ചെയ്യുന്ന പുത്രൻ ഉത്തമൻ എന്നാണ്. അച്ഛന്റെ ആഗ്രഹങ്ങൾ എത്ര ഇതാണെങ്കിലും അതിനെ സന്തോഷത്തോട് ചെയ്യും. നമ്മളെല്ലാവരും കണ്ടതാണ് ആ യാത്ര. അപ്പൊ അതുകൊണ്ട് ആദരപൂർവ്വം ചാണ്ടിയുമ്മൻ സാറിനെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ദേശീയ യുവജന ദിനത്തോടനുബന്ധിച്ച് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതി സംഘടിപ്പിച്ചിരിക്കുന്ന ഈ ചടങ്ങിന് പ്രത്യേകമായ അഭിവാദ്യങ്ങൾ ഞാൻ ഈ അവസരത്തിൽ അർപ്പിക്കുകയാണ്. വളരെയധികം സന്തോഷമുണ്ട്. ഇന്ത്യ കണ്ട മാത്രമല്ല, ലോകം കണ്ട ഏറ്റവും മികച്ച നേതാക്കന്മാരിൽ ഒരാൾ. സർവ മനുഷ്യരെയും സഹോദരന്മാര് എന്ന് അഭിവാദ്യം ചെയ്തുകൊണ്ട് ലോക സർവമത സമ്മേളനം ചെയ്ത മഹാവ്യക്തിത്വം, അദ്ദേഹത്തിന് തുല്യനായി ഈ സമൂഹത്തിൽ ആരും തന്നെ ഇനിയും ഉണ്ടായിട്ടുമില്ല എന്ന് പൂർണ്ണമായിട്ട് വിശ്വസിക്കുകയാണ്. എന്നെ സംബന്ധിച്ച് വ്യക്തിപരമായി അദ്ദേഹത്തിന്റെ നാമധേയത്തിലുള്ള കോളേജിൽ പഠിപ്പിക്കുവാൻ ഉള്ള അവസരം ലഭിച്ചതും അദ്ദേഹം ധ്യാനത്തിന് ഇരിക്കുന്ന അതേ പാറയിൽ തന്നെ പോയി ധ്യാനം ഇരിക്കുവാൻ കഴിഞ്ഞ 5 വർഷമായി സാധിക്കുന്ന വ്യക്തി എന്ന നിലയ്ക്ക് വളരെ അഭിമാനം ഉള്ള നിമിഷമാണ് ഈ യുവജന ദിനത്തിൽ
അദ്ദേഹത്തിനെ ആദരിക്കുന്ന ഈ ചടങ്ങിൽ വന്ന് പങ്കെടുക്കുവാൻ സാധിക്കുന്നത്. തൊട്ടടുത്ത് നിൽക്കുന്ന വ്യക്തിയിൽ ശിവനെ കാണണം എന്ന് പറഞ്ഞ, അല്ലെങ്കിൽ ദൈവത്തെ കാണണം എന്ന് പറഞ്ഞ സ്വാമി വിവേകാനന്ദൻ. അദ്ദേഹം സർവമത സമ്മേളനം ചിക്കാഗോയിൽ അഭിസംബോധന ചെയ്തപ്പോൾ അത് അന്ന് വരെ ഇല്ലാത്ത ഒരു സംഭവമായി മാറിയിരുന്നു. തീർച്ചയായിട്ടും അദ്ദേഹത്തിനെ ഓർക്കുന്ന ഈ ദിവസം നമുക്ക് നമ്മളെ തന്നെ സമർപ്പിക്കുക. നമ്മുടെ നാടിന്റെ സമാധാനത്തിനും നമ്മുടെ നാടിന്റെ വളർച്ചയ്ക്കും നമ്മുടെ രാജ്യത്തിന്റെ പുരോഗതിക്കുമായി ആ മഹാപ്രതിഭയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമ്മളെ തന്നെ സമർപ്പിക്കുക. കാരണം ഓരോ വ്യക്തിയിലും ദൈവത്തെ കാണുവാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ സാധാരണ കാര്യമല്ല. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാട് അദ്ദേഹത്തിനെ മാതൃകയാക്കി നമുക്ക് തീർച്ചയായിട്ടും ഡെവലപ്പ് ചെയ്തെടുക്കുക. പ്രത്യേകിച്ച് നമ്മുടെ ചെറുപ്പക്കാർക്ക് ഇന്ന് രാജ്യം വിട്ട് പലരും പോവുകയാണ്. തങ്ങളുടെ എന്താ പറയുക, തങ്ങളുടെ ആ ജീവിത ഉപാധിക്ക് വേണ്ടി ഈ രാജ്യത്തും സംസ്ഥാനത്തും വകയില്ലാത്തപ്പോൾ, അല്ലെങ്കിൽ സാഹചര്യം ഇല്ലാത്തതിന്റെ പേരിൽ രാജ്യം വിട്ട് മറ്റുള്ള പ്രദേശങ്ങളിലേക്ക് പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണുവാൻ സാധിക്കും. ആ ചെറുപ്പക്കാരോട് 100 വർഷങ്ങൾക്ക് മുമ്പ്, അല്ലെങ്കിൽ 100-ൽ പരം വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, എഴുന്നേൽക്കുക, ലക്ഷ്യം നേടുന്നവരെ തങ്ങളുടെ പ്രവൃത്തിയിൽ തന്നെ മുഴുകിയിരിക്കുക എന്നുള്ള വലിയ ആഹ്വാനം അദ്ദേഹം നൽകിയിട്ടുണ്ട്. ഇന്നത്തെ ചെറുപ്പക്കാർക്ക് മാതൃകയാക്കാൻ സാധിക്കുന്നതും അതേ കാര്യമാണ്. ലക്ഷ്യം നേടുന്നവരെ വിശ്രമം മാറ്റിവെച്ച് നമ്മുടെ നാടിനു വേണ്ടിയും നമ്മുടെ സമൂഹത്തിന് വേണ്ടി പ്രവർത്തിക്കാൻ സാധിക്കണം. തീർച്ചയായിട്ടും നമ്മളെല്ലാവരും നമുക്ക് വേണ്ടി തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുമ്പോഴാണ് ആ ജീവിതം പൂർത്തിയാകുന്നതെന്ന് സ്വാമിജി തന്നെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മറ്റുള്ളവർക്ക് വേണ്ടി കൂടി ജീവിക്കുക. ഒപ്പം സെൽഫ് റിയലൈസേഷൻ ഇസ് ദ ബിഗസ്റ്റ് റെവല്യൂഷൻ. നമുക്ക് എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ എന്താണോ പൊട്ടൻഷ്യൽ എന്ന് നമ്മൾ തിരിച്ചറിയുമ്പോഴാണ് യഥാർത്ഥ റെവല്യൂഷൻ എന്ന് അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ സെൽഫ് റിയലൈസേഷന് ഇവിടുത്തെ ഓരോ ചെറുപ്പക്കാർക്കും സാധ്യമാകട്ടെ. തങ്ങളുടെ കഴിവ് അതിനുവേണ്ടി, തങ്ങളുടെ ഗോളിന് വേണ്ടി, തങ്ങളുടെ റിയലൈസ് ചെയ്ത ആ സത്യത്തിന് വേണ്ടി നിലകൊള്ളുവാൻ ഇവിടുത്തെ ചെറുപ്പക്കാർക്ക് സാധിക്കട്ടെ എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. തീർച്ചയായിട്ടും നമ്മുടെ രാജ്യവും നമ്മുടെ സംസ്ഥാനവും ഒത്തിരിയേറെ വെല്ലുവിളികൾ നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അതിന് പ്രത്യേകിച്ച് നമ്മൾ ഇന്ന് നേരിടുന്ന വലിയ ഡ്രഗ്സിൻ നമ്മുടെ സമൂഹത്തെ വലിയ തോതിൽ ബാധിച്ചിരിക്കുകയാണ്. അതിനെ നേരിടുവാൻ എല്ലാ സ്റ്റേക്ക് ഹോൾഡേഴ്സും ഒന്നിച്ചു നിന്നാൽ മാത്രമേ സാധിക്കത്തുള്ളൂ. പേരൻസ്, ടീച്ചേഴ്സ്, സ്കൂൾസ്, റെസിഡന്റ് വെൽഫെയർ അസോസിയേഷൻസ്, അതുപോലെ തന്നെ പൊളിറ്റിക്കൽ പാർട്ടീസ്, യൂത്ത് ഓർഗനൈസേഷൻസ്, എല്ലാവരും ഒറ്റക്കെട്ടായി നിന്നാൽ മാത്രമേ ഇന്ന് നമ്മൾ നേരിടുന്ന വലിയൊരു ചലഞ്ചിനെ അതിജീവിക്കുവാൻ സാധിക്കത്തുള്ളൂ. തീർച്ചയായിട്ടും അങ്ങനെ അതിജീവിച്ച് നമ്മുടെ ചെറുപ്പക്കാരെയും നമ്മുടെ കുഞ്ഞുമക്കളെയും സംരക്ഷിക്കുവാൻ, അതിനെ നമ്മൾ നേരിടുന്ന ഭീഷണിയെ അതിജീവിക്കുവാൻ ഒറ്റക്കെട്ടായി ഉള്ള പ്രവർത്തനത്തിന് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു. ഒപ്പം നമ്മുടെ രാജ്യം ലോകത്തിന്റെ 1-ാം നിരയിലെത്താൻ പൊട്ടൻഷ്യൽ ഉള്ള രാജ്യമാണ്. ആ ഒരു പൊട്ടൻഷ്യൽ എത്തുക എന്നുള്ളത് അത് അൾട്ടിമേറ്റ് ഗോളാക്കി നമ്മുടെ ചെറുപ്പക്കാരെ മാറ്റണം. അതായിരിക്കണം നമ്മുടെ ഏറ്റവും വലിയ ലക്ഷ്യം. അങ്ങനെ ഈ രാജ്യത്തെ ലോകത്തിന് നെറുകയിലെത്തിക്കുവാൻ സാധിക്കട്ടെ. നമ്മുടെ യൂത്ത് ഡേ എന്നുള്ളത് അതിന്റെ പൂർണ്ണാർത്ഥത്തിൽ എത്തുവാൻ നമ്മൾ ഓരോരുത്തരും ചേർന്ന് പ്രവർത്തിച്ചാൽ മാത്രമേ സാധിക്കത്തുള്ളൂ.
ഇവിടെ അതുപോലെ നമുക്ക് ഓർക്കാനും എന്താ പറയാ സന്തോഷത്തോടെ എനിക്ക് ഓർക്കാനുള്ളൊരു കാര്യം ഹോമിയോപ്പതി ലോകത്തിന് കൊടുക്കുന്ന ഒരു കോൺട്രിബ്യൂഷൻ ആണ്. അതുകൂടി പറഞ്ഞ് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കും. കാരണം കോവിഡ് കാലത്ത് ഹോമിയോപ്പതി നടപ്പിലാക്കണം, നാട്ടിൽ എല്ലാവർക്കും മരുന്ന് കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്ത ഒരു വ്യക്തിയാണ് ഞാൻ. അതിന്റെ പോസിറ്റീവ് സൈഡ്സ് മനസ്സിലാക്കി, അതിന്റെ പോസിറ്റീവ് ആസ്പെക്ട്സ് മനസ്സിലാക്കി സുപ്രീം കോടതിയിൽ കേസ് കൊടുത്ത ഒരു വ്യക്തി എന്ന നിലയ്ക്ക് തീർച്ചയായിട്ടും ഹോമിയോപ്പതിയെയും അതിന്റെ പ്രചാരകരെയും അഭിനന്ദിക്കുവാൻ ഈ അവസരം എടുക്കുന്നു. ഒപ്പം എനിക്കുള്ള ഒരു അഭ്യർത്ഥന, ഒരു യൂണിഫൈഡ് ആയിട്ടൊരു സിസ്റ്റം ഉണ്ടാക്കുവാൻ, ഒരു പ്രാക്ടീസ് അല്ലെങ്കിൽ അതിന്റെ പ്രോട്ടോകോൾ ഉണ്ടാക്കുവാൻ ഹോമിയോപ്പതി പ്രാക്ടീസ് ചെയ്യുന്നവർക്ക് സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. ഈ നമ്മളെ സംബന്ധിച്ച ആളുകളെ സംരക്ഷിക്കുക അല്ലെങ്കിൽ ചെയ്യുക എന്നുള്ളതാണ് പ്രധാനമായിട്ടുള്ള കാര്യം. ആളുകൾക്ക് എന്താണ് ഗുണം വരുന്നത്, അതിനകത്ത് എക്സ് ഓർ വൈ ഓർ ഇസഡ് എന്നല്ല, ഏത് വഴി എന്നുള്ളതല്ല, ആളുകളുടെ ജീവനും ആളുകൾക്ക് സംരക്ഷണം എടുക്കാൻ ഏത് വഴിയൊക്കെ ഉപയോഗിക്കാൻ സാധിക്കുമോ അതൊക്കെ ചെയ്തുകൊണ്ട് ഉപയോഗിച്ചുകൊണ്ട് ആളുകളെ സംരക്ഷിക്കാൻ സാധിക്കണം. അതിന് ഗവൺമെന്റ് ഉൾപ്പെടെ എല്ലാവരും തയ്യാറാവണം എന്നുള്ളതാണ് എനിക്ക് ഈ അവസരത്തിൽ പറയാനുള്ളത്. ഞാൻ പറയുന്നത് ഈ കോവിഡിന്റെ ബാക്ക്ഗ്രൗണ്ടിലും അതിനുശേഷം നടന്ന ഒരു എന്താ പറയാ നമ്മുടെ മരുന്നുകളുടെ ഉപയോഗത്തിന്റെ ബാക്ക്ഗ്രൗണ്ടിലും ഞാൻ പറയാൻ ഉദ്ദേശിച്ചതാണ്. തീർച്ചയായിട്ടും ഇന്ന് സ്വാമി വിവേകാനന്ദൻ ഉണ്ടായിരുന്നെങ്കിലും അദ്ദേഹവും ഇതേ നിലപാടെടുത്തേനെ, അദ്ദേഹം ഇത് തന്നെ പറയും എന്നുള്ളതാണ് എനിക്ക് ഉത്തമമായ വിശ്വാസം. കാരണം വഴി ഏതായാലും ജീവൻ സംരക്ഷിക്കുക, മാർഗം ഏതായാലും ജനങ്ങളെ സംരക്ഷിക്കുക, അതാണ് ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം എന്ന് കോവിഡിലൂടെ ജീവിച്ച നമുക്ക് ഓരോരുത്തർക്കും മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ അവസരത്തിൽ ഈ പ്ലാറ്റ്ഫോം വഹിച്ച പങ്കും ഞാൻ ഈ അവസരത്തിൽ ഓർത്തെടുക്കുന്നു. ഞാനും ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് നിങ്ങളോടൊപ്പം പ്രസംഗിച്ചിട്ടുണ്ട് അന്ന് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എല്ലാവിധമായ ആശംസകളും നിങ്ങൾക്ക് നേർന്നുകൊണ്ട് ഇനിയും സത്യത്തിനും നീതിക്കും ധർമ്മത്തിനും വേണ്ടി പോരാടുവാൻ നിങ്ങൾക്ക് സാധിക്കട്ടെ. ഒപ്പം ഈ രാജ്യത്തിന്റെ ജനങ്ങളുടെ ആരോഗ്യത്തെ സംരക്ഷിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഇന്ത്യ കണ്ട, ലോകം കണ്ട ഏറ്റവും മികച്ച നേതാവ്, ഏറ്റവും മികച്ച യുവ നേതാവ്, യുവാക്കളെ ധൈര്യം പൂണ്ടിരിക്കുവാൻ പറഞ്ഞ, നിങ്ങൾ ഓരോരുത്തരിലും ശക്തി പറഞ്ഞ, നിങ്ങൾ ഓരോരുത്തരും ാണ് എന്ന് നമ്മളെ ആഹ്വാനം ചെയ്ത, ഇന്ത്യയിലെ അനാചാരങ്ങൾക്കെതിരെ പോരാടിയ, അതുപോലെ തന്നെ ഇന്ത്യക്കാരുടെ കരുത്ത് തിരിച്ചറിയുവാൻ നമ്മളെ ആഹ്വാനം നൽകിയ, അതുപോലെ തന്നെ ഇന്ത്യയിലെ ഓരോ സാധാരണക്കാരനും ദൈവത്തെ കണ്ട മഹായുഗപുരുഷനായ സ്വാമി വിവേകാനന്ദൻ. ആ വിവേകാനന്ദൻ യഥാർത്ഥത്തിൽ ഒരു അവതാര പുരുഷൻ തന്നെയായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ സ്വാമി വിവേകാനന്ദന്റെ സ്മരണ ഭാരതം ഉള്ളിടത്തോളം, ലോകം ഉള്ളിടത്തോളം നിലനിൽക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ സ്മരണകൾക്കപ്പുറം ഈ രാജ്യത്തിൽ നിറകയിലെത്തിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ എന്ന് മാത്രം ആശംസിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ ചുരുക്കുന്നു. എല്ലാവർക്കും ഒരിക്കൽ കൂടി യുവജനദിനത്തിന്റെയും സ്വാമി വിവേകാനന്ദ ജയന്തിയുടെയും ആശംസകൾ നേരുന്നു. നമസ്കാരം. വളരെ നന്ദി ശ്രീ ചാണ്ടി ഉമ്മൻ സാർ. അങ്ങ് പറഞ്ഞ പോലെ ബഹുജനഹിതായ ബഹുജന സുഖായ ഇതായിരിക്കണം ഒരു നേതാവിന്റെ അല്ല ഭരണാധികാരിയുടെ ലക്ഷ്യം. അങ്ങയിൽ നിന്നും ഞങ്ങൾ അതാണ് പ്രതീക്ഷിക്കുന്നത്. അങ്ങ് ഹോമിയോപ്പതി മരുന്നിന്റെ കുട്ടിക്കാലത്തെ കഴിച്ചിട്ടുള്ള ആളാണെന്ന് എനിക്കറിയാം. അങ്ങയുടെ പിതാവായ ഉമ്മൻചാണ്ടി സാറ്, ചന്ദ്രശേഖരൻ സാറിന്റെ മരുന്ന് കഴിച്ച കാര്യം എനിക്കറിയാം. വളരെ നന്ദി സാർ. ഇത്രയും തിരക്കിൽ ഇപ്പൊ യാത്രയാണെന്ന് അറിയാം, 24 മണിക്കൂർ പോരാ എന്ന് ഞങ്ങൾക്ക് അറിയാം. വളരെ സന്തോഷം സാർ, നന്ദി. അടുത്ത അതൊക്കെ JS അഖിലിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ആശംസകൾ നേരാനായിട്ട്. അൺമ്യൂട്ട് ചെയ്യാമോ? എന്തായാലും ഈ പരിപാടിയുടെ ഭാഗമായി ഇതിപ്പോ മോഡറേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ട മനോജ് സാറ്, ഡോക്ടർ മനോജ് സാർ, അതോടൊപ്പം തന്നെ ഇപ്പോ ഈ യാത്രയിലും ഈ തിരക്കിലും
അദ്ദേഹം വളരെ ക്ഷീണിതനാണ്. എനിക്ക് തോന്നുന്നു ഒത്തിരി കേരളം മുഴുവൻ വളരെ കാര്യമായി യാത്ര ചെയ്യുന്ന ഒരു യുവജന നേതാവാണ്. അദ്ദേഹത്തിന്റെ യാത്രക്കിടയിലും നമ്മുടെ ഭാഗമായി നമുക്കൊപ്പം ചേർന്ന ഏറെ പ്രിയപ്പെട്ട സുഹൃത്തു കൂടിയായിട്ടുള്ള അഡ്വക്കേറ്റ് ചാണ്ടിയുമ്മൻ അവറുകൾ, അതോടൊപ്പം ഇവിടെ സ്വാഗതം പറഞ്ഞ എന്റെ പ്രിയ സുഹൃത്ത് കിരൺ ചന്ദ്, അതുപോലെ തന്നെ പരീത് ബാവ ഖാൻ, അതുപോലെ ശ്രീമതി ജിജി മനോജ്, നമ്മുടെ ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് എനിക്കൊന്ന് സ്വാമിജി ലൈനിൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. എന്തായാലും ഈ ചടങ്ങിന്റെ ഔദ്യോഗികമായി ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യേണ്ട ഏറെ പ്രിയപ്പെട്ട സ്വാമിജി നരസിംഹാനന്ദ അവറുകൾ ഉൾപ്പെടെ ഈ ചടങ്ങിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന മുഴുവൻ മറ്റ് ശ്രോതാക്കളെ, ഇതിന്റെ ഭാഗമായിട്ടുള്ള ആളുകളെ, വ്യക്തിത്വങ്ങളെ, എല്ലാവർക്കും നല്ല നമസ്കാരം. എന്തായാലും ഇന്ന് വിവേകാനന്ദ ജയന്തിയാണ്. ഓരോ കാലഘട്ടത്തിലും ആ കാലഘട്ടത്തിൻ്റെതായിട്ടുള്ള മാറ്റം സംഭവിക്കുമ്പോഴും പണ്ട് കാലത്ത് വിവേകാനന്ദൻ ഉൾപ്പെടെയുള്ള സാമുദായിക പരിഷ്കരണ നേതാക്കന്മാര്, ആ പരിഷ്കരണ നേതാക്കന്മാരുടെ എല്ലാം ആശയങ്ങളും അവരുടെ എല്ലാം കാഴ്ചപ്പാടുകളും ഈ കാലഘട്ടത്തിൽ പോലും പ്രസക്തമാണ് എന്നുള്ളത് നമുക്ക് പറയാതിരിക്കാൻ കഴിയില്ല. ഓരോ കാലഘട്ടത്തിലും ഓരോ കാലഘട്ടത്തിലും ഉണ്ടായിട്ടുള്ള ഏത് തരം വ്യതിയാനങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, ഏത് തരത്തിലുള്ള മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും, സമൂഹത്തിൽ എത്രമാത്രം വളർച്ച ഉണ്ടായിട്ടുണ്ടെങ്കിലും, വിവേകാനന്ദനെ പോലെയുള്ള ആളുകളുടെ ഓരോ കാലഘട്ടത്തിൽ അദ്ദേഹം ഓരോ കാലഘട്ടത്തെ ദീർഘവീക്ഷണത്തോടുകൂടി കണ്ട് എഴുതിയിരുന്ന വാചകങ്ങളും ഓരോരുത്തർക്ക് ഓരോ ഘട്ടത്തെക്കുറിച്ച് പറയുന്ന വാക്യങ്ങളും ഈ കാലഘട്ടത്തിലും പ്രസക്തമാണ് എന്നുള്ള കാര്യം നമുക്ക് പറയാതിരിക്കാനും കഴിയില്ല. എന്തായാലും ഇന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമായി അദ്ദേഹത്തിന്റെ ജയന്തി ദിനം ആഘോഷിക്കുന്ന ഈ സമയത്ത് നമുക്ക് ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങൾ ഇനിയും സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ ബാധ്യസ്ഥരായിട്ടുള്ള, സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിവുള്ള ആളുകളാണ് ഇന്ന് ഈ കൂട്ടായ്മയുടെ ഭാഗമായി ഇരിക്കുന്നതെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുകയാണ്. അതിന്റെ ഭാഗമായി തന്നെ ഇതിനു മുമ്പും ഞാൻ ഇതുപോലെ ഈ ചടങ്ങിന്റെ ഭാഗമായി പങ്കെടുത്തിട്ടുള്ളപ്പോഴും ഓൺലൈൻ വെബിനാറിൽ പങ്കെടുത്ത് സംസാരിക്കുമ്പോഴും പറഞ്ഞിട്ടുള്ളത്, ഹോമിയോപ്പതിക്ക് സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ കഴിയുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. ഹോമിയോപ്പതി ഒരിക്കലും ഒരു കാലഘട്ടത്തിൽ പോലും പുറകോട്ട് പോകേണ്ട ഒന്നല്ല എന്ന് തീർച്ചയായും വിശ്വസിക്കുന്ന, അതിന്റെ ഭാഗമായി തന്നെ അത്രമാത്രം ഹോമിയോപ്പതി മെഡിസിൻസ് ഉൾപ്പെടെ സമൂഹത്തിൽ പ്രചരണം ഇനിയും വേണമെന്ന് വിശ്വസിക്കുന്ന ഒരു ചെറുപ്പക്കാരൻ കൂടിയാണ് ഞാൻ. അപ്പോ അതിന് പ്രചാരകത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ അതിന്റെ ടീം മോഡുലേഷന്റെ ഭാഗമായി നിൽക്കുന്ന ആളുകൾക്കാണ് കുറച്ചും കൂടെ ഉത്തരവാദിത്വത്തോടു കൂടി പുതിയ തലമുറയിലേക്ക് ഇതിനെ എത്തിക്കാൻ കഴിയുന്നതും അവരെ ബോധ്യപ്പെടുത്താൻ കഴിയുന്നതും. അതുകൊണ്ട് ഹോമിയോപ്പതിയുടെ പ്രചരണാർത്ഥം ചെയ്യാൻ കഴിയുന്ന വിവിധ തരത്തിലുള്ള പരിപാടികൾക്ക് ഇനിയും അത് നേതൃത്വം കൊടുക്കണം. അത് എനിക്ക് തോന്നുന്നു ഒരു വെബിനാറിനപ്പുറത്തേക്ക് വിവിധ ക്യാമ്പസുകളിലാണെങ്കിലും അല്ലെങ്കിൽ വിവിധ കൂട്ടായ്മകളിലാണെങ്കിലും ഇപ്പൊ ചെറുപ്പക്കാരെ സംബന്ധിച്ചിടത്തോളം ചെറുപ്പക്കാർ എവിടെയൊക്കെയാണ് ഉള്ളത് ആ തലങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാൻ ഈ പറയുന്ന ഹോമിയോപ്പതിയുടെ പ്രചാരകരായിട്ടുള്ള നിങ്ങൾക്ക് ഏവർക്കും കഴിയണമെന്നൊരു എളിയ അഭ്യർത്ഥന കൂടി ഈ ചടങ്ങിന്റെ ഭാഗമായി എനിക്ക് ഞാൻ പറയാൻ ശ്രമിക്കുകയാണ്. അപ്പോ നമ്മൾ ചെറുപ്പക്കാരിലേക്ക് ഇത് എത്തിക്കണം. എന്താണ് ഇതിന്റെ പ്രസക്തി എന്ന് പറയാൻ, അപ്പൊ ഇന്ന് ഈ വിവേകാനന്ദ ജയന്തി ദിനത്തിൽ നമ്മൾ വിവേകാനന്ദനെ ഓർക്കുന്നത് യൂത്ത് ഡേ ആയിട്ടാണ്, ചെറുപ്പക്കാരുടെ ദിവസമായിട്ടാണ്. അപ്പോ ഇതിനെ എങ്ങനെ ഇന്നത്തെ ചടങ്ങുമായി ബന്ധപ്പെട്ട് നിങ്ങൾ കണക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നതോ അതിനെ ഞാൻ മറ്റൊരു തലത്തിലേക്കാണ് കണക്ട് ചെയ്ത് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. കാരണം ഈ വിവേകാനന്ദ ജയന്തിയിൽ ഈ ചെറുപ്പക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഈ ദിവസം ചെറുപ്പക്കാരുടെ ഇടയിലേക്ക് ഹോമിയോപ്പതിയെ ഏതെല്ലാം തരത്തിലേക്ക് എത്തിക്കാൻ കഴിയുമോ അത്തരത്തിലുള്ള പുതിയ പദ്ധതികൾ ആവിഷ്കരിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ തുടക്കമായി ഇന്നത്തെ ഈ പരിപാടി മാറട്ടെ എന്ന് ആദ്യമേ പറയുകയാണ്. അതിനു വേണ്ടിയുള്ള വിവിധ പദ്ധതികൾ ഇടണം. കാരണം നമ്മൾ ഒരു ഓൺലൈൻ പ്ലാറ്റ്ഫോം ഇതുപോലെ ഒരു വെബിനാർ ഉണ്ടാക്കിയിട്ട് അതിന്റെ ലിങ്ക് ചെറുപ്പക്കാർക്ക് അയച്ചു കൊടുത്തു കഴിഞ്ഞാൽ എത്ര കോളേജ് ഒരു 10 കോളേജ് എടുത്ത് ആ 10 കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസിന് അയച്ചു കൊടുത്താലും ചിലപ്പം കയറുന്ന 1-2 സ്റ്റുഡൻസ് ആയിരിക്കും. പക്ഷെ ആ കോളേജുകളിലെ 10 കോളേജിലെ മുഴുവൻ സ്റ്റുഡൻസിനെ മുഴുവൻ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ പോലും അതിൽ 75% സ്റ്റുഡൻസിലേക്ക് എത്തിക്കാനായിട്ട് എന്ത് ചെയ്യാൻ കഴിയുമെന്നുള്ള പുതിയ പദ്ധതികൾ അതൊക്കെ ആവിഷ്കരിച്ചുകൊണ്ട് അവരെ കൂടെ നിർത്താൻ, അവരോട് കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി എന്താണ് ഹോമിയോപ്പതി എന്നുള്ളതും ഹോമിയോപ്പതിയുടെ മരുന്നിന്റെ പ്രത്യേകതകളും ഈ മറ്റ് സൈഡ് ഇഫക്ട്സ് ഇല്ലാത്ത വേറൊരു തരത്തിലുള്ള ഒരു ചികിത്സാ രീതിയാണ് ഇത് എന്നുള്ളത് കൃത്യമായി ബോധ്യപ്പെടുത്താൻ കഴിയുന്ന പുതിയ പ്രചാരവേലകൾ ഇതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകൾക്ക് കഴിയണമെന്നൊരു എളിയ അഭ്യർത്ഥന കൂടി ഇതിനകത്ത് വച്ചുകൊണ്ട് എന്തായാലും ഇതിന്റെ ഭാഗമായി ഇന്നിവിടെ ഒരു ആശംസാ പ്രസംഗത്തിന് അവസരമൊരുക്കി തന്ന ഇതിന്റെ ഭാരവാഹികൾ പ്രിയപ്പെട്ട കിരണും അതുപോലെ തന്നെ മനോജ് സാർ ഉൾപ്പെടെയുള്ള ആളുകൾക്ക് ഒരു പ്രത്യേക നന്ദി പറഞ്ഞുകൊണ്ട് ഞാനും ഒരു വലിയ യാത്ര കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് വീട്ടിലേക്ക് കയറിയിട്ടുള്ളൂ. എനിക്കും ചെറിയ ശാരീരിക ബുദ്ധിമുട്ടുകൾ കഴിഞ്ഞ 2 ദിവസമായിട്ടുള്ള യാത്രയുടെ ഭാഗമായിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇതിന്റെ പരിപാടിയുടെ ഭാഗമായി സംസാരിക്കണം എന്നുള്ളത് കൊണ്ട് തന്നെയാണ്
ഇപ്പൊ ഇത്രയും വെയിറ്റ് ചെയ്തതും ഇത് കഴിഞ്ഞിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കണമെന്നുള്ള ഒരു ആഗ്രഹത്തോടു കൂടിയാണ് വീട്ടിലേക്ക് ഓടി വന്നതും. എന്തായാലും ഇതിന്റെ ഭാഗമായി നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കാൻ കഴിഞ്ഞതിന് ഉള്ള സന്തോഷം ഒരിക്കൽ കൂടി അറിയിക്കുന്നു. നിങ്ങളോടൊപ്പം അന്ന് പറഞ്ഞ വാക്ക് ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. നിങ്ങളോടൊപ്പം ഏത് ഘട്ടത്തിലും ഏത് കാലഘട്ടത്തിലും ഏത് അവസരത്തിലും നിങ്ങളുടെ ഏത് ആവശ്യത്തിനും നിങ്ങളോടൊപ്പം ഒരു സഹോദരനായി, സുഹൃത്തായി, ഒരു കൂട്ടുകാരനായി എപ്പോഴും കൂടെ ഉണ്ടാകുമെന്ന് ഒരിക്കൽ കൂടി പറഞ്ഞുകൊണ്ട് ഈ പരിപാടിയുടെ ഭാഗമായതിനുള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. എല്ലാവർക്കും നന്ദി. വളരെ നന്ദി ശ്രീ അഡ്വക്കേറ്റ് അഖിൽ. അടുത്ത നമ്മുടെ ആദരണീയനായ സ്വാമി ജോയിൻ ചെയ്തിട്ടുണ്ട്. സ്വാമി നരസിംഹാനന്ദ സ്വാമി, സംസാരിക്കാമോ? അൺമ്യൂട്ട് ചെയ്യാമോ സ്വാമി? ആ, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമാണ്. ജനുവരി 12, 1863 വിവേകാനന്ദ സ്വാമി കൽക്കത്തയിൽ ജനിച്ചത്. 1985 മുതൽ ഈ ദിവസം ദേശീയ യുവജന ദിനമായി ഭാരത സർക്കാർ, ഇന്ത്യ സർക്കാർ ആചരിച്ചു വരുന്നു. ഇന്ന് ഇവിടെ ഈ ഹോമിയോപ്പതി ഡോക്ടേഴ്സിൻ്റെ കൂട്ടായ്മയിൽ സംസാരിക്കാൻ ക്ഷണിച്ചതിൽ വളരെ നന്ദി. ശരിക്കും പറഞ്ഞാൽ ഹോമിയോപ്പതി ആയിട്ട് രാമകൃഷ്ണ മിഷന് വളരെ പഴയ ബന്ധമുണ്ട്. രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ മഠം എന്നുള്ള 2 സ്ഥാപനങ്ങൾ വിവേകാനന്ദ സ്വാമികൾ 1897 സ്ഥാപിച്ചതാണ്. ഇതിൻ്റെ ലക്ഷ്യം ഓരോ ജീവനിലും മറഞ്ഞിരിക്കുന്ന ദിവ്യ തത്വത്തിനെ പുറത്തു കൊണ്ടുവരിക എന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായി, ആ ലക്ഷ്യം നേടുന്നതിൻ്റെ ഭാഗമായി ഓരോ ജീവനെയും അതിൽ ഈശ്വരനെ കണ്ട് ആ ഈശ്വരനെ സേവനം ചെയ്യുന്നത് എന്നുകൂടിയും ഒരു ലക്ഷ്യമാണ്. അതാണ് വിവേകാനന്ദ സ്വാമികൾ രാമകൃഷ്ണ മഠത്തിൻ്റെയും രാമകൃഷ്ണ മിഷൻ്റെയും മുദ്രാവാക്യമായി ഋഗ്വേദത്തിൽ വരുന്ന മന്ത്രം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായച്ച എന്നുള്ളത് മുദ്രാവാക്യമായി വിവേകാനന്ദ സ്വാമികൾ തിരഞ്ഞെടുത്തു. അവനവൻ്റെ മോക്ഷത്തിനു വേണ്ടിയും, അതായത് ആത്മീയ ജീവിതത്തിൻ്റെ പരമലക്ഷ്യം എന്ന് കരുതപ്പെടുന്ന മോക്ഷത്തിനു വേണ്ടിയും, അതേപോലെ ജഗത് ഹിതായ, ഈ ജഗത്തിൻ്റെ, ഈ ലോകത്തിൻ്റെ നന്മയ്ക്ക് വേണ്ടിയും പ്രവർത്തിക്കുക എന്നുള്ളതാണ് ഈ രാമകൃഷ്ണ മിഷൻ, രാമകൃഷ്ണ മഠത്തിൻ്റെ മുദ്രാവാക്യം. അപ്പോൾ അങ്ങനെ പ്രവർത്തിക്കുമ്പോൾ സ്വാഭാവികമായി വിദ്യാഭ്യാസം, ആരോഗ്യം എന്നുള്ള മേഖലകളിലും പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ അന്നത്തെ കാലത്ത് ഗ്രാമപ്രദേശങ്ങളിൽ രോഗികൾക്ക് ചികിത്സ നൽകാൻ ശ്രമിക്കുമ്പോൾ അന്ന് എല്ലാ ചികിത്സാ പദ്ധതികളിലും വെച്ച് നോക്കുമ്പോൾ ഹോമിയോപ്പതി ഏറ്റവും ചെലവ് കുറവായ ചികിത്സാ പദ്ധതിയായിരുന്നു. മാത്രമല്ല, ഇത് തുടങ്ങുമ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ ഈ ഹോമിയോപ്പതി നമ്മുടെ രാജ്യത്തിൽ വരുമ്പോൾ അതിന് ആദ്യ കാലഘട്ടത്തിൽ നിർണായകമായ പങ്ക് വഹിച്ച ആൾക്കാർ ഭൂരിപക്ഷവും, അല്ലെങ്കിൽ എല്ലാവരും തന്നെ ബംഗാളികളായിരുന്നു. കൊൽക്കത്തയിൽ വെച്ചാണ് ഇതിൻ്റെ തുടക്കമുണ്ടായത്. അതിൽ ഒരു കാര്യം പ്രത്യേകിച്ച് പറയേണ്ടതുണ്ട്. ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ ക്യാൻസർ ബാധിതനായി രോഗിയായി കിടക്കുമ്പോൾ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവനെ ചികിത്സിക്കാൻ വേണ്ടി അവിടെ എത്തിയ ഡോക്ടർമാരിൽ ഒരു പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ഒരു വ്യക്തിയായിരുന്നു ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാർ. ഈ ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാർ ആദ്യം അലോപ്പതിയുടെ ഡോക്ടറായിരുന്നു. എന്നിട്ട് പാവപ്പെട്ട ജനങ്ങൾക്ക്
ആരോഗ്യ സേവനം എത്തിക്കണമെങ്കിൽ ഇതിലൂടെ പറ്റില്ല എന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും അദ്ദേഹം വീണ്ടും പഠിക്കാൻ തുടങ്ങി. ഹോമിയോപ്പതി പഠിച്ച് അതിൻ്റെ ഡോക്ടറാണ് ആയത്. പിന്നീട് അദ്ദേഹം ഹോമിയോപ്പതി പ്രാക്ടീസാണ് ചെയ്തത്. കൊൽക്കത്തയിൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ കൾട്ടിവേഷൻ ഓഫ് മോഡേൺ സയൻസ് എന്ന് പറഞ്ഞ ഒരു വലിയ സ്ഥാപനം അദ്ദേഹത്തിൻ്റെ പേരിലുണ്ട്. മഹേന്ദ്രലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് കൾട്ടിവേഷൻ ഫോർ മോഡേൺ സയൻസ് എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ഉന്നത തരത്തിൻ്റെയും പഠനം നടത്തുന്നതാണ് അവിടെ. അപ്പോൾ അതുപോലെ തന്നെ ഡോക്ടർ വിനോദ് വിഹാരി എന്ന് പറഞ്ഞ വേറൊരു ഡോക്ടർ, അദ്ദേഹം ഇതുപോലെ തന്നെ ഹോമിയോപ്പതി ഡോക്ടർ ആയിരുന്നില്ല. ആദ്യം അദ്ദേഹം അലോപ്പതി ഡോക്ടറായിരുന്നു. പിന്നെ അതിൽ ഇതുപോലെ പല പരിമിതികളുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹം ഹോമിയോപ്പതി പഠിച്ചു. പിന്നെ അത് കഴിഞ്ഞിട്ട് ഹോമിയോപ്പതി പ്രാക്ടീസ് തുടങ്ങി. അദ്ദേഹവും ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവനെ വന്ന് നോക്കുമായിരുന്നു. ആദ്യം ഈ മഹേന്ദ്രലാൽ സർക്കാർ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ്റെ അടുത്ത് വരുമ്പോൾ അദ്ദേഹം ഒരു അവിശ്വാസിയായിരുന്നു. പിന്നെ വന്ന് ചികിത്സ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ ആദ്യം ഒക്കെ ഫീസ് വാങ്ങിക്കുമായിരുന്നു. പിന്നെ ചികിത്സ ചെയ്യാൻ തുടങ്ങിയിട്ട് പതിയെ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ്റെ സ്വഭാവം, ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ ഒരു സാധാരണ വ്യക്തിത്വമല്ല എന്നുള്ളത് തിരിച്ചറിഞ്ഞത് കഴിഞ്ഞ് 2-3 പ്രാവശ്യം ഫീസ് വാങ്ങിച്ചുള്ളൂ. പിന്നെ അദ്ദേഹം ഫീസൊന്നും വാങ്ങിച്ചില്ല. പിന്നെ അദ്ദേഹം ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ വിളിക്കാത്ത സമയം, അല്ലെങ്കിൽ ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവന് ഒന്നും വലിയ പ്രശ്നമൊന്നും ഇല്ലാത്ത സമയം പോലും വരാൻ തുടങ്ങി. അങ്ങയുടെ വർത്തമാനം കേൾക്കാനാണ് ഞാൻ വരുന്നത് എന്ന് പ്രത്യേകിച്ച് പറയാൻ തുടങ്ങി. ഇതൊക്കെ നമുക്ക് ഭഗവാൻ ശ്രീ രാമകൃഷ്ണദേവൻ്റെ ഉപദേശങ്ങളുടെ സമാഹാരം ഭഗവാന്റെ ഒരു ശിഷ്യനായിരുന്ന മഹേന്ദ്രനാഥ് ഗുപ്ത എഴുതിയിരിക്കുന്ന ആ സമാഹാരത്തിൽ നമുക്കിതൊക്കെ പഠിക്കാൻ ഉള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലഘട്ടത്തിൽ ഈ ഹോമിയോപ്പതി ചികിത്സ അതിൽ നിന്ന് മാറി അന്നത്തെ പേരറിഞ്ഞ വളരെ പ്രശസ്തരായിരുന്ന കുറേ ചികിത്സകന്മാർ, ഡോക്ടേഴ്സ്, അവർ അലോപ്പതി ചികിത്സ ത്യജിക്കുകയും ആ രീതി ത്യജിച്ച് ഹോമിയോപ്പതി പഠിച്ച് ഹോമിയോപ്പതി ചികിത്സയ്ക്ക് വരികയും ചെയ്തു. അങ്ങനെ ആ കാലഘട്ടത്തിൽ ഒരുപാട് അതായത് ഈ ഹോമിയോപ്പതി നമ്മുടെ രാജ്യത്തിൽ ഹോമിയോപ്പതി മേഖലയ്ക്ക് ഒരു ആരംഭം കുറിച്ച പല ഡോക്ടർമാരും അന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് രാമകൃഷ്ണ മിഷൻ്റെ കാര്യം പറയുമ്പോൾ ഇതിൽ നമുക്ക് പിരിക്കാൻ പറ്റാത്ത രീതിയിൽ ഹോമിയോപ്പതീൻ്റെ ചരിത്രമായി നമ്മൾ ഇണഞ്ഞിരിക്കുകയാണ്. അതിലും ഞാൻ പറഞ്ഞല്ലോ, രാമകൃഷ്ണ മിഷൻ്റെ മുദ്രാവാക്യം അല്ലെങ്കിൽ രാമകൃഷ്ണ മിഷൻ്റെ ഉദ്ദേശം ആത്മനോ മോക്ഷാർത്ഥം ജഗത് ഹിതായ എന്നുള്ളതാണ്. അപ്പോൾ അതിൽ ഈ പാവപ്പെട്ട ആൾക്കാർക്ക് ആതുര സേവനം ചെയ്യുമ്പോൾ അവിടെ ഹോമിയോപ്പതി എന്നുള്ള രീതി വളരെ ഗുണപ്രദമായി ഉള്ളതുകൊണ്ട് രാമകൃഷ്ണ മിഷൻ്റെ പല ശാഖകളിലും ആദ്യത്തെ കാലഘട്ടങ്ങളിൽ, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, പക്ഷെ പ്രത്യേകിച്ച് അന്നൊക്കെ ഹോമിയോപ്പതി രീതിയിലൂടെയായിരുന്നു ചികിത്സ ചെയ്തു വന്നത്. അതുപോലെ തന്നെ ഞങ്ങളുടെ പല സന്യാസിമാരും ഹോമിയോപ്പതി വഴി പഠിച്ച് എന്നിട്ട് അതിലൂടെ ചികിത്സ ചെയ്യാൻ തുടങ്ങി. അപ്പം അങ്ങനെ ഒരുപാട് ആൾക്കാർക്ക് ചികിത്സ നൽകാൻ പറ്റി. ഇന്നും ഞങ്ങളുടെ പല സ്വാമിമാർ ഈ ഹോമിയോപ്പതി ചികിത്സാ പദ്ധതി നല്ലോണം പഠിച്ച് അവരൊക്കെ കുറേ ആൾക്കാർ ഈ BHMS അതൊക്കെ പഠിച്ച സ്വാമിമാരാണ്. അവരങ്ങനെ ചികിത്സ ചെയ്യാറുണ്ട്. പിന്നെ ഹോമിയോപ്പതിയിൽ നിന്ന് തന്നെ വന്ന വേറെയും പല ചികിത്സാ പദ്ധതികൾ ഞങ്ങളുടെ കുറേ സന്യാസിമാർ അവരത് പഠിച്ച് അവർ സാധാരണ പൊതുജനങ്ങൾക്ക് ചികിത്സ ചെയ്തു വരുന്നുണ്ട്. ഇവിടെ ഈ ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകത, അതായത് ഇന്ന് ദേശീയ യുവജന ദിനമാണല്ലോ. അപ്പോൾ 1984 അന്ന് കോൺഗ്രസ് സർക്കാർ, ആ സർക്കാർ എല്ലാ ഭാരവാഹികളുടെയും
അതായത് കോൺഗ്രസ് സർക്കാരിനെ മാത്രമല്ല മറ്റെല്ലാ MP-മാരെയും വിളിച്ച് ഒരു യോഗം നടത്തി നമ്മുടെ രാജ്യത്തിൻ്റെ യുവ സമൂഹത്തിന് ഒരു മാതൃകാ വ്യക്തിത്വം ആവശ്യമാണ്. ആ മാതൃകാ വ്യക്തിത്വത്തിൻ്റെ ജീവിതം, ഉപദേശം ഇതൊക്കെ പഠിച്ച് അതിനനുസരിച്ച് അവരവരുടെ ജീവിതം രൂപീകരിക്കണം. അങ്ങനെ ഒരു മാതൃകാ വ്യക്തിത്വം ആരായിരിക്കണം എന്നുള്ള ചോദ്യം അന്ന് പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയായിരുന്നു. ചോദ്യം ചോദിച്ചപ്പോൾ എല്ലാവരും ഒരേ സ്വരത്തിൽ അത് വിവേകാനന്ദ സ്വാമികളായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഒരുപക്ഷെ ഇന്ദിരാഗാന്ധി ഒപ്പിട്ട ഫയലുകളിൽ അവസാനത്തെ ഫയലായിരിക്കണം അത്, അവസാന ഫയലുകളിൽ ഒന്നായിരിക്കണം അത്. അങ്ങനെയാണ് ഈ 1985 മുതൽ വിവേകാനന്ദ സ്വാമികളുടെ ജന്മദിനമായ ജനുവരി 12 ദേശീയ യുവജന ദിനമായി ആചരിക്കണം എന്ന് തീരുമാനം എടുത്തത്. മാത്രമല്ല, എപ്പോഴും നമ്മുടെ രാജ്യത്തിൽ നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം എപ്പോഴൊക്കെയാണോ US പ്രസിഡന്റ് നമ്മുടെ രാജ്യം സന്ദർശിച്ചിരിക്കുന്നത്, എല്ലാ US പ്രസിഡന്റ്മാരും മറക്കാതെ ഒന്നുവിടാതെ ഏതെങ്കിലും ഒരു ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ വ്യക്തിത്വത്തിനെ കുറിച്ച് പരാമർശിച്ചിരിക്കുന്നെങ്കിൽ അവരുടെ സംഭാഷണത്തിൽ, അവരിവിടെ വന്ന് നടത്തിയ പ്രസംഗത്തിൽ അത് വിവേകാനന്ദ സ്വാമികളാണ്. കാരണം കുറേ വർഷങ്ങൾക്ക് മുമ്പ് അമേരിക്ക ചരിത്രത്തിനെ സ്വാധീനിച്ച വ്യക്തിത്വങ്ങളിൽ ആരാണ് എന്ന് പറയുമ്പോൾ ആരൊക്കെയാണ് എന്ന് പറയുമ്പോൾ ആദ്യത്തെ 10 വ്യക്തിത്വങ്ങളിൽ ഒരു പേരായിരുന്നു വിവേകാനന്ദ സ്വാമികളുടെ പേര്. അന്ന് ഇത് പിന്നെ ഒരു ചരിത്രത്തിൻ്റെ കളിയാകാം, ഭാഗ്യത്തിൻ്റെ കളിയാകാം. സെപ്റ്റംബർ 11, 1893 വിവേകാനന്ദ സ്വാമികൾ, യഥാർത്ഥത്തിൽ അന്ന് 30 വയസ്സുള്ള സ്വാമിജി തൻ്റെ ജീവിതത്തിൻ്റെ ആദ്യത്തെ പൊതുപ്രസംഗം നടത്തുന്നത്. അത് സർവമത മഹാസമ്മേളനത്തിൽ, ലോക മത മഹാസമ്മേളനത്തിൽ, വേൾഡ്സ് പാർലമെൻറ്റ് ഓഫ് റിലിജൻസ് എന്ന് അറിയപ്പെടുന്ന ആ സഭയിൽ സ്വാമിജിയുടെ പ്രസംഗമായിരുന്നു അത്. പക്ഷേ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ചരിത്രത്തിൻ്റെ കളി എന്ന് പറയാം. 2001 സെപ്റ്റംബർ 11 അമേരിക്കയിൽ വേൾഡ് ട്രേഡ് സെൻറ്റർ അത് ഭീകര തത്വങ്ങളാൽ തകർക്കപ്പെട്ടു. അപ്പോൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്ന തത്വശാസ്ത്രത്തിനെ കുറിച്ചോ അല്ലെങ്കിൽ എല്ലാവരെയും ചേർത്ത് കൊണ്ട് മുന്നോട്ട് പോകുന്ന ആ മഹത്തായ കാഴ്ചപ്പാടിനെ കുറിച്ചായിരുന്നു വിവേകാനന്ദ സ്വാമികൾ 1893 അതേ ദിവസം പറഞ്ഞത്. അതിനെ തീരെ സ്വീകരിക്കാതെ, അതിനെ തീരെ നിഷേധിച്ചു കൊണ്ടായിരുന്നു 2001 സെപ്റ്റംബർ 11 ഭീകരവാദത്തിൻ്റെ വളരെ നൃശംസമായ ഒരു മുഖം നമുക്കൊക്കെ എല്ലാവർക്കും കാണാൻ സാധിച്ചത്. അപ്പോൾ വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞ കാര്യം അത് സ്വീകരിക്കാത്തത് കൊണ്ട്, അത് നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് അന്ന് സ്വാമിജി ആ മതമഹാസമ്മേളനത്തിൽ സെപ്റ്റംബർ 19 സെപ്റ്റംബർ 11 അത് ആരംഭിച്ചത്. സെപ്റ്റംബർ 19 സ്വാമിജി ഹിന്ദു മതത്തിനെ കുറിച്ച് ഒരു പേപ്പർ അവിടെ അവതരിപ്പിക്കുകയുണ്ടായി. അപ്പം ആ പേപ്പറിൽ സ്വാമിജി എല്ലാ തരത്തിലുള്ള വീക്ഷണങ്ങളെയും ഉൾക്കൊണ്ടുള്ള ഒരു വിശ്വമതത്തിനെ കുറിച്ച്, യൂണിവേഴ്സൽ റിലിജനെ കുറിച്ച് അവിടെ പരാമർശിക്കുന്നുണ്ട്. അതിൽ സ്വാമിജി പറയുന്നു, അത്തരം ഒരു മതം അതെങ്ങനെയായിരിക്കണം? അത് എല്ലാ മതങ്ങൾ, ഇന്നാൾ വരെ ഉണ്ടായ എല്ലാ മതങ്ങളെ കുറിച്ച് അറിഞ്ഞ് എല്ലാ മതതത്വങ്ങളെയും ഉൾക്കൊണ്ട് ഉള്ള ഒരു മതമായിരിക്കണം. മാത്രമല്ല അതിൻ്റെ പ്രകാശം, അതിൻ്റെ വെട്ടം ഒരു മുസ്ലിമിൻ്റെ മുകളിലും ഒരു ക്രിസ്ത്യൻ്റെ മുകളിലും ഒരു ബൗദ്ധൻ്റെ മുകളിലും ഒരു ഹിന്ദുവിൻ്റെ മുകളിലും, അത്ര എന്തിന് ഇനി ഭാവിയിൽ വരാൻ പോകുന്ന എല്ലാ മതത്തിനെ
സ്വീകരിക്കുന്ന ആൾക്കാരുടെ മുകളിലും സമാനമായി ആയിരിക്കണം അതിൻ്റെ പ്രകാശം വീഴുന്നത്, വെട്ടം വീഴുന്നത്. അതുപോലെ തന്നെ ഇനി ഈ മതത്തിൻ്റെ ആശയങ്ങളുടെ ആ സമാഹാരം, ഇന്നാൾ വരെ മനുഷ്യൻ ഉണ്ടാക്കിയിരിക്കുന്ന മതങ്ങളുടെ ആശയങ്ങൾ, തത്വങ്ങളുടെ സമാഹാരം, അതിൻ്റെ ഒരു കൂട്ടായ്മയായിരിക്കണം ആ മതം. ആർക്കെങ്കിലും വേണമെങ്കിൽ അതിൽ ചില ആശയങ്ങളെ തിരഞ്ഞെടുത്ത് അതിനെ ഒരു പുതിയ മതമായി പോലും അനുഷ്ഠിക്കാനോ അനുസരിക്കാനോ ഉള്ള സ്വാതന്ത്ര്യം വേണം എന്ന് ഇത്രയും വിശാലമായ ഒരു മനസ്സോടുകൂടി, ഇത്രയും വിശാലമായ ഒരു കാഴ്ചപ്പാടോടുകൂടി വിവേകാനന്ദ സ്വാമികൾ ഒരു യൂണിവേഴ്സൽ റിലീജൻ്റെ സങ്കല്പം, യൂണിവേഴ്സൽ റിലീജൻ എന്നുള്ളത് അവിടെ ആവിഷ്കരിക്കുന്നുണ്ട്. അപ്പോൾ സ്വാമിജി ഉദ്ദേശിക്കുന്നത് എന്താണ്? സ്വാമിജി വേറൊരു സ്ഥലത്ത് പറയുന്നു, ഈ ലോകത്തിൽ എത്ര മനുഷ്യരുണ്ടോ അത്ര മതങ്ങൾ ഉണ്ടാവണം എന്ന്. അപ്പോൾ പൊതുവേ നാം എന്താണ് ചെയ്യുന്നത്? എല്ലാ പ്രശ്നങ്ങളുടെയും ശരിക്കുമുള്ള കാരണം മതമാണ്. അതുകൊണ്ട് മതത്തിനെ മൊത്തത്തിൽ നമ്മൾ ഒഴിവാക്കണം എന്ന് പറയുന്നു. അപ്പോൾ ഇംഗ്ലീഷിൽ ഒരു പഴഞ്ചൊല്ലുണ്ട്, ത്രോയിങ് ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ. അതായത് അവരൊക്കെ ഈ ടബിലാണല്ലോ കുളിക്കുന്നത്. അപ്പോൾ ടബിൽ കുളിച്ച് കഴിഞ്ഞിട്ട് ആ വെള്ളം അത് ചീത്തയാവുമ്പോൾ ടബിൽ തന്നെ താഴെ ഒരു ഇതുപോലെ ഉണ്ടാവും, അത് തുറന്നു വിട്ടാൽ ആ വെള്ളം ഒഴിഞ്ഞു പോകും. അപ്പോൾ അന്നൊക്കെ അത് അങ്ങനത്തെ സംവിധാനം ഉണ്ടായിരുന്നില്ല. അവർ ഈ ടബ് എടുത്ത് കളയും, വെള്ളം കളഞ്ഞിട്ട് പിന്നെ പുതിയ വെള്ളം അതിൽ ഒഴിക്കും. അപ്പോൾ ഒരു ചെറിയ കുഞ്ഞാണ് അതിൽ കുളിച്ചിരുന്നെങ്കിൽ, അങ്ങനെ സംഭവിക്കില്ല, പക്ഷെ അങ്ങനെ കുളിച്ചിരുന്നെങ്കിൽ ആ കുഞ്ഞിനെ കാണാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഈ കുഞ്ഞിനെയും ആ വെള്ളത്തിനോടൊപ്പം കൂടി കളയും. അങ്ങനത്തെ ഒരു പരിസ്ഥിതി, അങ്ങനത്തെ ഒരു അവസ്ഥ, സാഹചര്യം, അതിനെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ പഴഞ്ചൊല്ലുണ്ടായത്, ത്രോയിങ് ദ ബേബി വിത്ത് ദ ബാത്ത് വാട്ടർ. അപ്പോൾ നാം ഇന്ന് എന്ത് ചെയ്യുന്നു? മതത്തിൻ്റെ പേരിൽ, വിവേകാനന്ദ സ്വാമികൾ പറഞ്ഞിട്ടുണ്ട്, മതത്തിൻ്റെ പേരിലാണ് ഈ ലോകത്തിൽ കൂടുതലും നന്മ ഉണ്ടായിരിക്കുന്നത്, എന്നാൽ മതത്തിൻ്റെ പേരിലാണ് ഈ ലോകത്തിൽ കൂടുതലും ചോര ഒഴിഞ്ഞിരിക്കുന്നത്, രക്തം ഒഴിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അത് അറിഞ്ഞുകൊണ്ട് നാം എന്ത് ചെയ്യുന്നു? അപ്പോൾ മതമാണ് എല്ലാം പ്രശ്നം എന്ന് പറഞ്ഞ് മതത്തിനെ തന്നെ ഒഴിവാക്കുന്നു. പക്ഷെ അവിടെ സ്വാമിജി പറയുന്നുണ്ടല്ലോ, മതത്തിൻ്റെ പേരിലാണ് കൂടുതലും നന്മയും ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് മതത്തിനെയല്ല ഒഴിവാക്കേണ്ടത്, മതത്തിനെക്കുറിച്ചുള്ള ശരിയായ കാഴ്ചപ്പാടാണ് നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ ഭാവി തലമുറയ്ക്ക് പകർന്നു കൊടുക്കേണ്ട ആവശ്യം അതാണ്. കാരണം ഇന്നിപ്പോൾ കുറച്ച് വർഷം മുമ്പ് വളരെ മനുഷ്യത്വം അല്ലെങ്കിൽ മനുഷ്യർ ലോകം ഇതുവരെ കാണാത്ത മഹാമാരി നാം കണ്ടു, കൊറോണ. അത് ഇത്രയും വർഷം നാം അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിച്ചു. അപ്പോൾ ഈ കൊറോണയിൽ നിങ്ങളൊന്ന് നോക്കിയാൽ മനസ്സിലാവും, മത ആചാര്യന്മാരുടെ അടുത്ത് അല്ലെങ്കിൽ മതപണ്ഡിതരുടെ അടുത്ത് അല്ലെങ്കിൽ മതത്തിനെ അനുഷ്ഠിച്ചു വരുന്ന ആൾക്കാരുടെ അടുത്താണ് കൂടുതലും പൊതുജനങ്ങൾ പോയി അവരുടെ മനപ്രയാസങ്ങളൊക്കെ പറഞ്ഞത്. ഞാൻ എപ്പോഴും പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്ക് പള്ളികളിൽ മൗലവിമാരും അതുപോലെ പള്ളികളിൽ അച്ഛന്മാരും അതുപോലെ അമ്പലങ്ങളിൽ മേൽശാന്തിയും ആശ്രമങ്ങളിൽ സന്യാസി ഉള്ളത് കൊണ്ടാണ് നമുക്ക് ഇന്ന് അത്ര സൈക്കാട്രിസ്റ്റും സൈക്കോളജിസ്റ്റിൻ്റെയും ആവശ്യമില്ലാത്തത്. ഒരുപക്ഷെ ആലോചിച്ച് നോക്കൂ, ഇവരൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഓരോ മൂലയിലും മുക്കിലും ഓരോ ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റും സൈക്കാട്രിസ്റ്റിൻ്റെയും ആവശ്യമുണ്ടായിരുന്നിരിക്കും. അപ്പോൾ പല രീതിയിലും ആൾക്കാരുടെ ദുഃഖങ്ങൾ, വിഷമങ്ങൾ ഉൾക്കൊണ്ട് അതിന് ഒരു പ്രതീക്ഷ നൽകുന്നത്, ആരടുത്തെങ്കിലും ചോദിച്ചാൽ മതത്തിൻ്റെ ഏറ്റവും വലിയ പ്രയോജനം എന്താണെന്ന് വെച്ചാൽ, റിലിജൻ ഗിവ്സ് യു ഹോപ്പ്, ഒരു പ്രതീക്ഷ നൽകുന്നതാണ്. അപ്പം അങ്ങനെ പറഞ്ഞാൽ അതൊക്കെ അന്ധവിശ്വാസം എന്ന് പറഞ്ഞാൽ വിവേകാനന്ദ സ്വാമികൾ പറയും, അന്ധവിശ്വാസങ്ങൾ എല്ലാവിടെയും ഉണ്ട്, ശാസ്ത്രത്തിലില്ലേ? ദർ ഇസ് സയൻറ്റിഫിക് സൂപ്പർസ്റ്റിഷൻ ഓൾസോ. അന്ധവിശ്വാസം കാരണം ഇപ്പോൾ ഒരു പ്രത്യേക സയൻറ്റിസ്റ്റ് പറഞ്ഞു അതുകൊണ്ട് അതിനെ ചോദ്യം ചെയ്യരുത് എന്ന് അന്ധമായി വിശ്വസിക്കുന്ന തത്വങ്ങൾ ശാസ്ത്രത്തിലുമുണ്ട്. അപ്പോൾ വിശ്വാസം എന്നുള്ളത് അത് ഏത് മേഖലയിൽ പോയാലും അത് ഉണ്ടാവും. അത് കായിക മേഖലയിലും ഉണ്ടാവും, ശാസ്ത്രത്തിലും ഉണ്ടാകും, അതുപോലെ ആത്മീയതയിലും ഉണ്ടാവും. വിശ്വാസം മനുഷ്യന് മാത്രമല്ല ഒരു ജീവന് സ്വതവേ ഉണ്ടാകുന്ന ആ ജീവൻ്റെ ജീവിതത്തിൽ
ഉണ്ടാകുന്ന പല വശങ്ങളിൽ ഒരു വശമാണ് വിശ്വാസം. അതിനെ നമുക്ക് തള്ളിപ്പറയാൻ പറ്റില്ല. രാഷ്ട്രീയത്തിൽ പോലും അന്ധവിശ്വാസങ്ങളുണ്ട്. ഇയാൾ പറഞ്ഞു അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു, അന്ധമായി അനുകരിക്കുന്നു ഉണ്ട്. ആരോഗ്യ മേഖലയിലും ചികിത്സയുടെ മേഖലയിലുമുണ്ട്. അത് കുറച്ചൊക്കെ ഉണ്ടാവും. അതിനെ നമുക്ക് മൊത്തത്തിൽ ഒഴിവാക്കാൻ പറ്റില്ല. പക്ഷേ വിവേകാനന്ദ സ്വാമികൾ പറയുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം അത് പറയാതെ വയ്യ. വിവേകാനന്ദ സ്വാമികൾ 1893 തൊട്ട് 1897 വരെ പ്രത്യേകിച്ച് US-ൽ, പിന്നെ അതല്ലാതെ യൂറോപ്പിലും അങ്ങനെ പല സ്ഥലങ്ങളിലും ഭാരതത്തിൻ്റെ, ഇന്ത്യയുടെ സംസ്കൃതി, ഇന്ത്യയുടെ തത്വശാസ്ത്രം അത് പ്രചരിച്ച് അവസാനം 1897 തുടക്കത്തിൽ ഭാരതം, ഇന്ത്യ തിരിച്ചു വന്നു. അപ്പോൾ സ്വാമിജി അന്ന് ശ്രീലങ്കയിലുണ്ടായ, ഇപ്പോഴും ശ്രീലങ്കയിലുള്ള കൊളംബോ, അന്ന് സിലോൺ എന്നറിയപ്പെട്ടു, ഇപ്പോൾ ശ്രീലങ്ക, കൊളംബോ എന്നുള്ള നഗരത്തിൽ നിന്ന് തുടങ്ങി ഇന്ന് ഉത്തരാഖണ്ഡിലുള്ള അൽമോറ എന്ന നഗരം വരെ ഒരു പ്രഭാഷണ പരമ്പര നടത്തി. ആ പ്രഭാഷണങ്ങളുടെ ഒരു സമാഹാരമാണ് ഇംഗ്ലീഷിൽ ലെക്ചേഴ്സ് ഫ്രം കൊളംബോ ടു അൽമോറ എന്ന് ലഭ്യമാവുന്നത്. ഇന്നും നമുക്ക് ആ പുസ്തകം വായിക്കാൻ കിട്ടും. അതിൽ ഓരോ പ്രഭാഷണത്തിലും സ്വാമിജി ആവർത്തിച്ച് പറയുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? സ്വാമിജി പറയുന്നു, ഇനി അഥവാ ഗംഗ എന്നുള്ള ആ മഹത്തായ പുഴയുടെ, നദിയുടെ വഴി അത് മാറ്റാൻ പറ്റിയെങ്കിലും നമ്മുടെ രാജ്യത്തിൻ്റെ സ്വഭാവം, സ്വാമിജി പറയുന്നു ഓരോ രാജ്യത്തിനും ഒരു സ്വഭാവമുണ്ട്. ചില രാജ്യങ്ങൾക്ക് അത് തത്വശാസ്ത്രമാണ്, അത് ആ രാജ്യത്തിൻ്റെ പ്രാണനാണ്. ചില രാജ്യത്തിന് അത് ചരിത്രമായിരിക്കും, ചില രാജ്യത്തിന് അത് രാഷ്ട്രീയമായിരിക്കും. അങ്ങനെ ഓരോ രാജ്യത്തിനും ഒരു സ്വഭാവമുണ്ട്. സ്വാമിജി പറയുന്നു ഇംഗ്ലണ്ടിനെ സംബന്ധിച്ചിടത്തോളം അത് രാഷ്ട്രീയമാണ്, പക്ഷേ നമ്മുടെ രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത് ആധ്യാത്മികതയാണ്, മതമാണ്, ആത്മീയതയാണ് എന്ന് സ്വാമിജി ഊന്നി പറയുന്നു. അതുകൊണ്ട് സ്വാമിജി പറയുന്നു ഈ രാജ്യത്തിൽ എന്തെങ്കിലും നല്ലത് ചെയ്യണമെങ്കിലും, എന്തെങ്കിലും തരത്തിലുള്ള സാമൂഹ്യ പ്രവർത്തനങ്ങൾ ചെയ്യണമെങ്കിൽ ആ പ്രവർത്തനം മതത്തിലൂടെ അല്ലെങ്കിൽ ആധ്യാത്മികതയിലൂടെ ആയിരിക്കണം, ആത്മീയതയിലൂടെ ആയിരിക്കണം. അത് എല്ലാവർക്കും അത് മനസ്സിലായിട്ടുണ്ട്. അതായത് സമൂഹത്തിൽ അവരുടേതായ നേട്ടങ്ങൾ നേടാനുള്ള പ്രവർത്തനങ്ങൾ നടത്തുന്ന പലർക്കും, ഖേദകരമായി പറയാൻ പോയാൽ ഈ സാമൂഹ്യ സേവകന്മാർ എന്ന് അവർ തന്നെ വിശേഷിപ്പിക്കുന്ന പലർക്കും ഇത് മനസ്സിലായിട്ടുണ്ട്. അതുകൊണ്ടാണ് അവർ മതത്തിൻ്റെ പേരിൽ പല കാര്യങ്ങൾ, കുരുത്തക്കേടുകളും പലതരത്തിലുള്ള അസംഭവ്യതകളും ഒക്കെ ചെയ്യുന്നത് മതത്തിൻ്റെ പേരിൽ. കാരണം അവർക്കറിയാം ഈ രാജ്യത്തിൽ മതത്തിൻ്റെ പേരിൽ എന്തും ചെയ്താൽ അത് വിജയിക്കുമെന്ന്. അപ്പോൾ ഇന്ന് നമുക്ക് ആവശ്യം നല്ല ഒരു മതം അല്ലെങ്കിൽ മത ജീവിതം നല്ലവണ്ണം ജീവിക്കാൻ പറ്റും, ശാസ്ത്രപരമായി, സയൻറ്റിഫിക്കായി, അതുപോലെ തന്നെ യുക്തിപരമായി, അതേപോലെ മറ്റുള്ള വ്യക്തികളെ കൂടെ നമ്മളോടൊപ്പം ചേർത്തുകൊണ്ട് മുന്നോട്ട് പോകുന്നതിൽ മതത്തിനും ഒരു വഴിയുണ്ട്, മതത്തിനും അതിൽ പങ്കുണ്ട് എന്നുള്ളത് ഭാവി തലമുറയ്ക്ക് നാം പഠിപ്പിച്ചു തരണം. ലോകമെങ്ങും ഇന്ന് ഈ മതത്തിൽ നിന്ന് ഒരുപാട് മടുത്ത്, പ്രത്യേകിച്ച് യുവതലമുറ SBNR എന്നുള്ള ഒരു വിപ്ലവം, അങ്ങനത്തെ ഒരു കൂട്ടായ്മ, അതിൽ വരുന്ന ആൾക്കാരുടെ എണ്ണം അധികരിച്ചു വരികയാണ്. SBNR എന്ന് വെച്ചാൽ എന്താണ്? സ്പിരിച്വൽ ബട്ട് നോട്ട് റിലീജിയസ്. അതായത് നമുക്ക് ആത്മീയ ജീവിതം വേണം, പക്ഷെ നമുക്ക് മതപരമായ ഏതൊരു താല്പര്യമില്ല എന്നുള്ള ഒരു കൂട്ടായ്മ. അതിൻ്റെ എണ്ണം കോടികളിൽ ആയിക്കൊണ്ടുവരുന്നു. അപ്പോൾ അതിൽ നിന്ന് മാറണമെങ്കിൽ, അതിൽ നിന്ന് ജീവിതത്തിൽ ഇത്രയും വെല്ലുവിളികൾ ഉണ്ടല്ലോ. ഭാരത തത്വശാസ്ത്രത്തിൽ ആദ്യത്തെ തത്വശാസ്ത്രം എന്നറിയപ്പെടുന്ന കപില മുനി ഉന്നയിച്ച സാഖ്യയോഗത്തിൻ്റെ ഒരു പുസ്തകമുണ്ട്. ഈശ്വരകൃഷ്ണ എന്ന് പറഞ്ഞ ആചാര്യൻ രചിച്ച സാഖ്യകാരിക. അതിൽ വരുന്ന ശ്ലോകങ്ങളിൽ ആദ്യത്തെ ശ്ലോകം ഇങ്ങനെയാണ്: ദുഃഖത്രയാഭിഘാതാത് എന്നാണ് അത് തുടങ്ങുന്നത്. അതായത് 3 തരത്തിലുള്ള ദുഃഖം എന്തൊക്കെയാണ്? മനസ്സിലും ശരീരത്തിലും വരുന്ന ദുഃഖം, അതിനാൽ വരുന്ന ദുഃഖം, അത് ആത്മ എന്നാണ് അതിൻ്റെ പേര്. അതായത് സ്വന്തം ശരീരത്തിനും മനസ്സിനെയും അടിസ്ഥാനമാക്കി വരുന്ന ദുഃഖം.
പിന്നെ ആദി ആത്മിക, അത് പിന്നെ വരുന്നത് ആദി ഭൗതിക, അതായത് മറ്റ് ജീവികളിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുഃഖം. പിന്നെ ആദി ദൈവിക, അതായത് പ്രകൃതിയിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ദുഃഖം. അങ്ങനെ ദുഃഖത്തിനെ 3 തരത്തിൽ പിരിച്ചിരിക്കുന്നു. അപ്പോൾ ഈ 3 തരത്തിലുള്ള ദുഃഖത്തിൽ നിന്ന് മുക്തി നേടാനുള്ള ഒരു വഴിയായിട്ടാണ് മനുഷ്യൻ മതത്തിലേക്ക് വരുന്നത് എന്ന് സാംഖ്യകാരിക രചിച്ച ഈശ്വരകൃഷ്ണ പറയുന്നുണ്ട്. അപ്പോൾ അത് തന്നെയാണ് ഇന്നും വിഷമത്തിൽ നിന്ന് മാറാനുള്ള, വിഷമത്തിൽ നിന്ന് ജീവിക്കാൻ പറ്റും, വിഷമങ്ങളെ ദുഃഖങ്ങളെ അതിജീവിക്കാൻ പറ്റും എന്നൊരു പ്രതീക്ഷ തരുന്നതാണ് മതം. അതിൽ നിന്ന് മാറാനുള്ള ഒരു വഴിയാണ് മതം. അപ്പോൾ അത് അങ്ങനെ തന്നെ ആയിരിക്കണമെങ്കിൽ നാം മതത്തിനെ വീണ്ടും നല്ല രീതിയിൽ കാണാനുള്ള കാരണങ്ങൾ സമൂഹത്തിന് ഉണ്ടാക്കി തരണം. എനിക്ക് തോന്നുന്നു ഒരിക്കലും ഇത്രയ്ക്കും മനസമ്മർദ്ദം ഉണ്ടായിരുന്നില്ല ഇന്നത്തെ ചെറുപ്പക്കാർക്ക്, പ്രത്യേകിച്ച് ഇന്നത്തെ കുട്ടികൾക്ക് ഉണ്ടാവുന്ന അത്ര മനസമ്മർദ്ദം എനിക്ക് തോന്നുന്നു, എനിക്ക് ഉറപ്പാണ് മനുഷ്യ ചരിത്രത്തിൽ തന്നെ ഒരിക്കലും ഇത്ര ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് ആ മനസമ്മർദ്ദം അവിടെ നിന്ന് മുക്തരാകാൻ വേണ്ടി മതം ഒരു വഴിയാണ് എന്നുള്ളത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് കാണിച്ചു തരണം. അതിനു വേണ്ടി ഉള്ള വലിയ ഒരു വഴിയാണ് എല്ലാ മതത്തിനെയും ഉൾക്കൊണ്ട്, എല്ലാ മനുഷ്യരെയും ഉൾക്കൊണ്ട് കാര്യങ്ങൾ പറഞ്ഞ് ജീവിതം നയിച്ച വിവേകാനന്ദ സ്വാമികളുടെ സന്ദേശം, വിവേകാനന്ദ സ്വാമികളുടെ ഉപദേശങ്ങൾ, അത് എല്ലാവർക്കും പകർന്ന് കൊടുക്കുന്നതാണ് അതിന് ഏറ്റവും നല്ല വഴി. അതുകൊണ്ട് വിവേകാനന്ദ സ്വാമികളുടെ വചനങ്ങൾ അത് എല്ലാവരും വായിക്കുന്ന രീതിയിൽ നാം അവർക്ക് പറഞ്ഞു കൊടുക്കണം. സ്വാമിജിയുടെ ആ കാഴ്ചപ്പാട്, വിശാലമായ കാഴ്ചപ്പാട് ഉൾക്കൊണ്ട് നമുക്ക് പുതിയ ഒരു രാജ്യത്തിനെ സൃഷ്ടിക്കാൻ പറ്റും. പുതിയ വഴികളിൽ ഈ രാജ്യത്തിനെ നയിച്ചു കൊണ്ടുപോകാൻ പറ്റും. അതിനുള്ള കരുത്ത് നമ്മുടെ ഭാവി തലമുറയ്ക്ക് നൽകാൻ പറ്റും. എന്നെ ഇവിടെ ക്ഷണിച്ച് സംവദിക്കാൻ ഒരു അവസരം കൊടുത്തതിൽ ഞാൻ ഡോക്ടർ മനോജ് സാറിന് വളരെ നന്ദി അറിയിക്കുന്നു. ഇവിടെ ഇത്ര നേരം എല്ലാവരും നിങ്ങൾ ഇന്ന് എന്തൊക്കെയോ കാര്യങ്ങൾ നമ്മളെ കുടുംബത്തിൽ നിന്നും പൊതുജീവനത്തിൽ നിന്നും വിമുഖരാക്കുമ്പോൾ ഞാൻ കണ്ടു, മനോജ് സാറ് എനിക്ക് അയച്ചു തന്നു, ഇങ്ങനെ എപ്പോഴും ചെറിയ ചെറിയ ഒരു അവസരം വരുമ്പോഴും നിങ്ങളൊക്കെ കൂടുന്നു. പിന്നെ ഞാൻ ആദ്യം തന്നെ വന്നു, ഒരു ചില കാര്യങ്ങളിൽ എനിക്ക് സമയത്ത് കയറാൻ പറ്റില്ല എന്ന് വെച്ചാൽ ഞാനിവിടെ ചേർന്നിരുന്നു, പിന്നെ ഇപ്പോൾ വൈകിപ്പോയി, അതിന് ക്ഷമിക്കണം. അപ്പോൾ ഞാൻ കണ്ടു എങ്ങനെ ഒരു നല്ല രീതിയിൽ പല രീതിയിലുള്ള പ്രസൻറ്റേഷനൊക്കെ, അപ്പോൾ ഡയബറ്റീസിനെ കുറിച്ചൊക്കെ പ്രസൻറ്റേഷൻ നടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെയൊക്കെ നിങ്ങൾ നടത്തുന്നു, വളരെ സജീവമായി നിങ്ങൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഹോമിയോപ്പതി വളരെ നല്ലതാണ്, ചികിത്സാ രംഗത്തിൽ ഒരുപാട് സാധ്യതകളുള്ളതാണ്. അപ്പോൾ അതിനെ കുറച്ചും കൂടി നന്നായി എടുക്കാൻ ഈശ്വരൻ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും പ്രചോദനം നൽകട്ടെ, പ്രേരണ നൽകട്ടെ, കരുത്ത് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ക്ഷണിച്ചതിൽ വളരെ വളരെ നന്ദി. നമസ്കാരം. നന്ദി സ്വാമി. വളരെ ഉജ്ജ്വലമായി തന്നെ ആ രാമകൃഷ്ണ മിഷനും സ്വാമി വിവേകാനന്ദന്റെ പാരമ്പര്യത്തിന് ചേർന്ന് നിൽക്കുന്ന ഇതിൽ തന്നെ സംസാരിക്കാൻ കഴിഞ്ഞു. ഞങ്ങളെ എല്ലാവരും എന്താ പറയുക ഉദ്ബുദ്ധരാക്കാനും കഴിഞ്ഞു. രാമകൃഷ്ണ വചനാമൃതത്തിനകത്ത് ഏതാണ്ട് 3 വോളിയത്തിൽ 300 പേജോളമാണ് ഈ പറയുന്ന സ്വാമി, അതായത് മഹേന്ദ്ര സർക്കാരും രാമകൃഷ്ണ അദ്ദേഹമായിട്ട് സംസാരിക്കുന്ന 300 പേജുണ്ടെന്ന് എൻ്റെ ഓർമ്മ. കാരണം ഹോമിയോപ്പതി വളരെ സൂക്ഷ്മമായ എന്തിനെ അംഗീകരിക്കുന്ന, മാത്രമല്ല ഹനുമാൻ പറയുകയുണ്ടായി, ഈ പറഞ്ഞ പോലെ ആത്മനോ മോക്ഷാർത്ഥം ജഗദ്ഹിത എന്ന് പറയുന്ന പോലെ ആത്മാവിന്റെ മോക്ഷം. ഹോമിയോപ്പതി ഒരുപക്ഷെ പെർമനന്റ് ക്യൂർ എന്ന് ഉദ്ദേശിക്കുന്നത് ഈ കർമ്മങ്ങൾ ഒഴിഞ്ഞു പോകുക, രോഗങ്ങളായ കർമ്മങ്ങൾ മാറിപ്പോകുക എന്ന് തന്നെ ആയിരിക്കണം എന്ന് വിചാരിക്കുന്നു. എന്തായാലും പരിപാടി അവസാനിപ്പിക്കുക സമയമാകുന്നു. നമ്മുടെ IFPHന്റെ ജോയിന്റ് സെക്രട്ടറി ജിതി മാഡത്തെ ആദരപൂർവ്വം നന്ദി പറയാൻ ക്ഷണിക്കുന്നു. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം. സ്വാമി വിവേകാനന്ദ സ്വാമിജിയുടെ ജന്മദിനമായ ഇന്ന് വളരെ വളരെ നല്ലൊരു പ്രോഗ്രാമാണ് നമുക്കിവിടെ ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിക്ക് നടത്താൻ പറ്റിയത്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ
സ്വാമിജി വന്ന് വളരെ വിശാലമായിട്ട് ഒരുപാട്, അതായത് ചെറിയ സമയത്തിനുള്ളിൽ ഒരുപാട് നോളജ് നമുക്ക് പറഞ്ഞു തന്നു. ക്യാപ്സൂൾ രൂപത്തിൽ നമുക്ക് കിട്ടിയെന്ന് പറയാം. ഒരുപാട് വിശാലമായത് നമുക്ക് എല്ലാവർക്കും ഇനിയും കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവണം എന്നുള്ള രീതിയിൽ എല്ലാം മനസ്സിലാക്കി തന്നത് സ്വാമിജിക്ക് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ ചാണ്ടി ഉമ്മൻ സാറ് ഇത്രയും തിരക്കിനിടയ്ക്കും, അതായത് ഈ ഒരു സമയത്ത് ജനങ്ങൾ, അതായത് നമ്മുടെ സ്റ്റുഡൻസിന് അവർക്ക് എല്ലാവർക്കും ഒരുപാട് മോട്ടിവേഷൻ നടക്കുന്ന ഒരാളാണ്. അത് ചാണ്ടി ഉമ്മൻ സാറിന് ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുന്നു. പിന്നെ അഡ്വക്കേറ്റ് ജെ എസ് അഖിൽ സാറും ആദ്യം മുതലേ ഇതിലുണ്ടായിരുന്നു. ആദ്യം മുതലേ ഇതിലിരുന്ന്, അതായത് ഇത്രയും തിരക്കിനിടയ്ക്കാണേലും യാത്ര കഴിഞ്ഞു വന്നു എന്ന് പറഞ്ഞാലും ആ ഒരു ഡെഡിക്കേഷൻ, അപ്പൊ അദ്ദേഹത്തിനും ഇന്റർനാഷണൽ ഫോറം ഫോർ പ്രൊമോട്ടിംഗ് ഹോമിയോപ്പതിയുടെ പേരിൽ നന്ദി രേഖപ്പെടുത്തുന്നു. പിന്നെ നമ്മളുടെ തന്നെ സ്വന്തമായ പരീത് ബാവാക്കൻ സാറ്, പിന്നെ നമ്മുടെ സെക്രട്ടറി കിരൺ ജി, പിന്നെ മനോജ് സാർ എന്ന് വെച്ചാൽ അത്രയും ഡെഡിക്കേഷൻ. പിന്നെ ഏതൊരു പ്രോഗ്രാം ഉണ്ടെങ്കിലും അതിന്റെ കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാക്കി അതിനെ മോഡറേറ്റ് ചെയ്യുമ്പോൾ അതിന്റെ കാര്യങ്ങൾ പറയാനും സാർ പ്രത്യേകം ശ്രദ്ധിക്കുന്നുണ്ട്. അതേപോലെ എല്ലാവർക്കും, എല്ലാ ഡോക്ടേഴ്സിന്, എല്ലാ ലവേഴ്സിന് ഇതൊരു പ്രത്യേക നമ്മുടെ ഫോറത്തിലുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇവരുടെ എല്ലാരെയും നമ്മൾ അംഗീകരിക്കുന്നുണ്ട്. അതായത് എല്ലാ ഡോക്ടേഴ്സിനെയും സ്റ്റുഡൻസിനെയും ഹോമിയോപ്പതി ലവേഴ്സ് എല്ലാവരും അടങ്ങിയ ഒരു ഇതാണ്. അപ്പൊ ഇവിടെ ഇന്ന് എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ സ്വാമിജിക്കും നരസിംഹാനന്ദ സ്വാമിജിക്ക് പ്രത്യേകം ഹൃദയത്തിൽ നിന്ന് നന്ദി രേഖപ്പെടുന്നു. താങ്ക് യു സ്വാമിജി, എല്ലാവർക്കും വളരെ നന്ദി. അതുപോലെ തന്നെ സ്വാമി ഈ പ്ലാറ്റ്ഫോമിലേക്ക് വരാൻ കാരണമായ ഡോക്ടർ ലാൽ, അദ്ദേഹത്തിലൂടെയാണ് സ്വാമിയിലേക്ക് എത്തിയത്. അപ്പോഴാണ് അറിഞ്ഞത് ചാണ്ടി ഉമ്മൻ സാർ അവിടുത്തെ ഒരു അതുമായിട്ട് ബന്ധമുള്ള ഒരാളാണ്. എന്തായാലും എല്ലാം ദൈവഹിതമാണെന്ന് കരുതുന്നു. ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ഈ പരിപാടി ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം.